ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. കേൾക്കുന്നുണ്ടോ? ഓഡിബിൾ ആണല്ലോ. സ്ക്രീനൊക്കെ കാണുന്നില്ലേ? ഓക്കെ ആണെങ്കിൽ ഒന്ന് തടസ്സപ്പെട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ 101ന്റെ റിവിഷൻ ആണ് കേട്ടോ. നാളെ എക്സാം അല്ലേ? മോർണിംഗ് ആണോ ഈവനിങ് ആണോ എക്സാം? പറയാവോ, മോർണിംഗ് ആണോ ഈവനിങ് ആണോ സെഷൻ? ഈവനിങ് ആണ് അല്ലേ? ഓക്കെ ഓക്കെ, പഠിക്കാൻ കുറച്ചും കൂടി ടൈം ഉണ്ട്. അപ്പോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്റർ ഒറിജിൻ ഓഫ് സൈക്കോളജി. അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് ഡിസ്ക്രൈബ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ജസ്റ്റിഫൈ സൈക്കോളജി ആസ് എ സയൻസ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, വന്നിട്ടുണ്ട് December 2020 10 മാർക്കിന് വന്നിട്ടുണ്ട്. അപ്പോ 10 മാർക്കിന് എന്ന് പറയുമ്പോൾ എത്ര പേജസ് എഴുതണം? 5 to 6 pages, 4 to 5 അല്ലെങ്കിൽ 5 to 6 pages നമുക്ക് എഴുതാനായിട്ട് പറ്റണം. അപ്പൊ സൈക്കോളജി എന്താണെന്ന് എഴുതണം. സൈക്കോളജി ആസ് എ സയൻസ് എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് മൊത്തം എഴുതണം. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ട്രേസ് ദ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജി, എക്സ്പ്ലെയിൻ ദ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. ഹ്യൂമൻ ബിഹേവിയറിന്റെ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ ഹ്യൂമൻ ബിഹേവിയറിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് സൈക്കോളജിന്ന് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ എഴുതിയതിനു ശേഷം വേണം എന്ത് എഴുതാനായിട്ട്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ, ഈ ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും, ഈ രണ്ട് ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും സൈക്കോളജി എന്താണെന്ന് എഴുതണം. അപ്പൊ അതിന്റെ ഒരു ഡെഫിനിഷൻ 2-3 നല്ല രീതിക്ക് പഠിച്ചു വെക്കുക. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ആൻസേഴ്സ് അറ്റൻഡ് ചെയ്യാനായിട്ട്. ആൻഡ് നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഹേവിയർ അഗെയിൻ ഷോർട്ട് നോട്ട് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. സൈക്കോളജി ആസ് എ സയൻസ്, അതും ഒരു ഷോർട്ട് നോട്ട് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജി, December 2023 10 മാർക്കിന് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജി ചോദിച്ചിട്ടുണ്ട്. ആൻഡ് 5 മാർക്ക്, 5ാമത്തെ ക്വസ്റ്റ്യൻ ഡിഫൈൻ സൈക്കോളജി, ഡിസ്കസ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സയൻസ്, June 2024 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോ ഡിഫൈൻ സൈക്കോളജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിഫൈൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വേണം? ഡെഫിനിഷൻ എഴുതണം. ഓക്കെ, ഡിസ്ക്രൈബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ എഴുതാനായിട്ട് പറ്റും. ഡിഫൈൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് വേണം? പരമാവധി ഡെഫിനിഷൻ എഴുതാനായിട്ട് നോക്കണം. അപ്പൊ ഏതെങ്കിലും ഒരു നല്ല വൃത്തിയുള്ള ഒരു, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിലുള്ള ഒരു ഡെഫിനിഷൻ എന്തായാലും പഠിച്ചു വെക്കുക. അപ്പൊ അത് ആ ഡെഫിനിഷൻ കൊണ്ടുവന്നത് ആരാണ്? പറ്റുമെങ്കിൽ അതിന്റെ ഇയർ പഠിക്കുക. അത്രയും ഉറപ്പുള്ളവർ മാത്രം, അല്ലാത്തവർ ഇയർ വിടുക, പേര് മാത്രം പഠിച്ചു വെക്കുക. ആരാണ് ഈ ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുള്ളത് എന്നും കൂടെ എഴുതാനായിട്ട് നോക്കുക. പറഞ്ഞതൊക്കെ ഓക്കെ ആണോ? നമുക്ക് ഇനി നോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി ആണ്. അപ്പൊ നമ്മള് അപ്പൊ ഒറിജിൻ ഓഫ് സൈക്കോളജി ആണ്. അപ്പൊ ഡെഫിനിഷൻ ഓഫ് സൈക്കോളജി പറഞ്ഞില്ലേ, ഏതെങ്കിലും ഒരു 2 ഡെഫിനിഷൻ, നമ്മളെ ഏർലി ഡെഫിനിഷൻസും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ കറന്റ് ഡെഫിനിഷൻസും ഉണ്ട്. അപ്പൊ സൈക്കോളജി എന്ന് പറയുന്നത് എന്താ? സൈക്കോളജി എന്ന് പറയുന്നത് ഹ്യൂമൻ ബിഹേവിയറിന്റെ സയന്റിഫിക് സ്റ്റഡിയാണ് എന്ത്? സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ സൈക്കോളജി ഹാസ് ബീൻ ഡിഫൈൻഡ് ഇൻ എ നമ്പർ ഓഫ് വേസ് ബൈ വേരിയസ് ഓതേഴ്സ്. സൈക്കോളജിയിൽ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? ഏതൊക്കെ ഫോക്കസ് ചെയ്യണം? അതായത് മൈൻഡ്, കോൺഷ്യസ്നെസ്, ബിഹേവിയർ, ഈ 3 ഫാക്ടേഴ്സ് ആണ് നമ്മൾ സൈക്കോളജിയിൽ ഫോക്കസ് ചെയ്യുന്നത്. ഏർലി ഡെഫിനിഷൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ആദ്യം എന്തായിരുന്നു? വാസ് പാർട്ട് ഓഫ് ഫിലോസഫിയുടെ ഭാഗമായിരുന്നു. ആൻഷ്യൻ ഫിലോസഫേഴ്സ് എന്തായിരുന്നു? സ്റ്റഡി ഓഫ് സോൾ എന്നായിരുന്നു പറഞ്ഞിരുന്നത്, സോളിനെ പറ്റിയിട്ടുള്ള പഠനം. അപ്പൊ അന്ന് ക്വസ്റ്റ്യൻ വന്നു, അതായത് അന്നത്തെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ദ സയൻസ് ഓഫ് സോൾ ആയിരുന്നു. പണ്ടപ്പോ എങ്ങനെയായിരുന്നു? ആൻഷ്യൻ ഫിലോസഫേഴ്സ് ആയിരുന്നു, അന്ന് സൈക്കോളജി ഫിലോസഫിയുടെ ഭാഗമായിരുന്നു. സോൾ അല്ലെങ്കിൽ സയൻസ് ഓഫ് സോൾ, സ്റ്റഡി ഓഫ് സോൾ ഒക്കെയാണ് സൈക്കോളജി എന്ന് അവർ പറഞ്ഞു. എന്നാൽ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, ഈ സോൾ എന്ന് പറയുന്ന സംഭവത്തിന് എന്താണ് മീനിങ്? അതിന്റെ ഫിസിക്കൽ എക്സിസ്റ്റൻസ്, വെയിറ്റ്, വോള്യൂം, ഇതൊക്കെ എന്താണെന്നുള്ള ചോദ്യങ്ങൾ വന്നു. ആ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോ എന്തായി? ആ ഒരു സ്റ്റഡി ഓഫ് സോൾ എന്നുള്ളത് മാറ്റിവെച്ചു. എന്നിട്ട് ദണ്ഡപാണി 2004 വന്നിട്ടുള്ളത്. അതിന്റെ കൂടെ പറഞ്ഞിട്ടുള്ളതാണ് ദണ്ഡപാണി 2004 എന്ന് പറഞ്ഞു, പീപ്പിൾ വേർ റാദർ നെയിം ടു ബിലീവ് ഇൻ ഈസോടെറിക് ടേംസ് സച്ച് ആസ് സോൾ, മൈൻഡ് ആൻഡ് കോൺഷ്യസ്നെസ്. അപ്പൊ അന്ന് അങ്ങനെ പറയാൻ കാരണം എന്താ?
അന്ന് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു സോള്, മൈൻഡ്, കോൺഷ്യസ്നെസ് അങ്ങനെയുള്ള സാധനങ്ങളായിരുന്നു കൂടുതൽ അവർ ഫോക്കസ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് അന്ന് ആൻഷ്യൻ ഫിലോസഫേഴ്സ് എന്ത് പറഞ്ഞത്, സോൾ ഓഫ് അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് സോള് അല്ലെങ്കിൽ സയൻസ് ഓഫ് സോൾ എന്നൊക്കെ സൈക്കോളജിനെ പറഞ്ഞത്. ഡെഫിനിഷൻ ഓഫ് സൈക്കോളജി ആസ് ദ സ്റ്റഡി ഓഫ് സോൾ ബിക്കെയിം acceptable primarily because no convincing proof or evidence or of the precise nature of soul was furnished. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായി, അത് വേണ്ടാന്ന് വെച്ചു. കാരണം അതിന്റെ ഫിസിക്കൽ എക്സിസ്റ്റൻസ് എന്താണെന്ന് അറിയില്ല, വെയിറ്റ് വോളിയം ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ അത് അക്സെപ്റ്റ് ചെയ്തില്ല. ഇറ്റ് വാസ് ഡിസ്കാർഡഡ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് മെറ്റാഫിസിക്കൽ നേച്ചർ. അതിന്റെ മെറ്റാഫിസിക്കൽ നേച്ചറിനെ പറ്റിയിട്ട് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താക്കി, അതിനെ മാറ്റിവെച്ചു. അടുത്തത് പറഞ്ഞത് സയൻസ് ഓഫ് മൈൻഡ് എന്നായിരുന്നു. പിന്നീട് വന്ന ഡെഫിനിഷൻ എങ്ങനെയായിരുന്നു, സയൻസ് ഓഫ് മൈൻഡ് ആയിരുന്നു. ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആയിരുന്നു അന്നത് പറഞ്ഞത്. അക്കോർഡിംഗ് ടു ദം സൈക്കോളജി വാസ് ഹെൽഡ് ആസ് എ ബ്രാഞ്ച് ഓഫ് മെന്റൽ ഫിലോസഫി. അതുകൊണ്ട് തന്നെ സൈക്കോളജി അന്ന് ഏതിന്റെ ഭാഗമായിരുന്നു, മെന്റൽ ഫിലോസഫി, മൈൻഡിനെ പറ്റി പഠിക്കുക. അപ്പൊ മെന്റൽ ഫിലോസഫിയുടെ ഭാഗമായിരുന്നു. ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആണ് അങ്ങനെ പറഞ്ഞത്. Since this definition does not include overt behavior of human beings. ഇപ്പൊ മൈൻഡിനെ പറ്റിയിട്ടാണ്. മൈൻഡ് എന്ന് പറയുന്നത് എന്താ, മെന്റൽ പ്രോസസ്സുകളാണെന്ന് പറഞ്ഞു, മെന്റൽ ഇവന്റ്സ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ എന്തില്ല, ഓവേർട്ട് ബിഹേവിയർ ഇല്ല. നമ്മൾ പുറമേ കാണുന്ന ബിഹേവിയർ ഒന്നും എന്തിലില്ല, ഈ ഒരു ഡെഫിനിഷനിൽ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അവരുടെ സൈക്കോളജിയിൽ ഈ ഒരു ഓവേർട്ട് ബിഹേവിയറിനെ പറ്റി പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഡെഫിനിഷനും വേണ്ടാന്ന് വെച്ചു. ലേറ്റർ സൈക്കോളജി വാസ് ഡിഫൈൻഡ് ആസ് ദ സയൻസ് ഓഫ് കോൺഷ്യസ്നെസ്. അതിന് ശേഷം വന്ന ഡെഫിനിഷനാണ് എന്ത്, സയൻസ് ഓഫ് കോൺഷ്യസ്നെസ്. അക്കോർഡിംഗ് ടു ബഗായ് ആൻഡ് സിംഗ്, അറ്റ് വൺ ടൈം ഡ്യൂറിംഗ് ദ ഹിസ്റ്ററി ഓഫ് സൈക്കോളജി ഇറ്റ് വാസ് ഫെൽറ്റ് ദാറ്റ് മെയിൻ ബിസിനസ് ഓഫ് സൈക്കോളജി വാസ് വിത്ത് ദ കോൺഷ്യസ് എക്സ്പീരിയൻസ്. അപ്പൊ 1990 അന്ന് എന്തിനെ പറ്റിയിട്ടായിരുന്നു കൂടുതലും സൈക്കോളജി നോക്കിയിരുന്നത്, കോൺഷ്യസ് എക്സ്പീരിയൻസുകളെ പറ്റിയിട്ടായിരുന്നു. കോൺഷ്യസ് മേക്സ് us കോൺഷ്യസ് ഓർ അവെയർ ഓഫ് ദ സിറ്റുവേഷൻ ഓർ എ തിങ് അറൌണ്ട് us. കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ നമ്മൾ അവെയർ ആയിരിക്കാം, ബോധത്തോടെ ഇരിക്കാം. അതായിരുന്നു കോൺഷ്യസ്നെസ്. അങ്ങനെ കോൺഷ്യസ്നെസ്സിനെ പറ്റിയിട്ടുള്ള സ്റ്റഡി ആയിരുന്നു എന്ത്, പിന്നീട് മൂന്നാമതായിട്ട് വന്ന ഡെഫിനിഷൻ. ഫൈനലി ദ മോഡേൺ ഇറ ഹാസ് ഡിഫൈൻഡ് സൈക്കോളജി ആസ് എ സയൻസ് ഓഫ് ബിഹേവിയർ. പിന്നീട് ഇപ്പൊ മോഡേൺ ഇറ അല്ലെങ്കിൽ നമ്മളിപ്പോ പഠിക്കുന്ന സൈക്കോളജിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ്, എ സയൻസ് ഓഫ് ബിഹേവിയർ ആണ്. ഇൻ ദ ഏർലി ഡെക്കേഡ്സ് ഓഫ് 20th century, വാട്സൺ ആണ് ദ ഫാദർ ഓഫ് ദ ബിഹേവിയറിസം സ്കൂളിന്റെ ഫാദർ ആരാണ്, വാട്സൺ ആണ്, ജെയിംസ് വാട്സൺ ആണ് എന്ത്, ബിഹേവിയറിസം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അദ്ദേഹമാണ് സൈക്കോളജിനെ സ്റ്റഡി ഓഫ് ബിഹേവിയർ എന്ന് ഡിഫൈൻ ചെയ്തത്. വാട്സൺ held the opinion that there are no essential difference between human and animal behavior and that we can learn much about our own behavior from the study of what animals do. അപ്പൊ വാട്സൺ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് ബിഹേവിയർ എന്നായിരുന്നു സൈക്കോളജി എന്ന് പറഞ്ഞത്. അപ്പൊ അതിൽ ഹ്യൂമൻസിന്റെയും ആനിമൽസിന്റെയും ബിഹേവിയറിന്റെ ഡിഫറൻസസ് ഒന്നും അദ്ദേഹം പറഞ്ഞില്ല. അതായത് ആനിമൽസിന്റെ ബിഹേവിയറിൽ സ്റ്റഡി നടത്തിയിട്ടാണ് എന്ത്, ഹ്യൂമൻ ബിഹേവിയറിനെ പറ്റിയിട്ട് വാട്സൺ അന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ എന്ത് പറഞ്ഞു, അബൌട്ട് അവർ ഓൺ ബിഹേവിയർ ഫ്രം ദ സ്റ്റഡി ഓഫ് വാട്ട് ആനിമൽസ് ഡു. എന്താണ് ആനിമൽസ് ചെയ്യുന്നത് അത് വെച്ചിട്ടാണ് ഹ്യൂമൻസിന്റെ ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇങ്ങനെയായിരുന്നു ഏർലി ഡെഫിനിഷൻസ് വന്നത്. അപ്പൊ ആദ്യം സോളിനെ പറ്റി പറഞ്ഞു, അതായത് ആൻഷ്യൻ ഫിലോസഫേഴ്സ് ആയിരുന്നു, സയൻസ് ഓഫ് സോൾ ആയിരുന്നു. എന്തായാലും അതിന്റെ മെറ്റാഫിസിക്കൽ നേച്ചറിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു, അതായത് ഫിസിക്കൽ എക്സിസ്റ്റൻസ്, വെയിറ്റ്, വോളിയം, ഇതിനെ പറ്റിയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നപ്പോ ആ ഒരു ഡെഫിനിഷൻ വേണ്ടാന്ന് വെച്ചു. നെക്സ്റ്റ് വന്നത് സയൻസ് ഓഫ് മൈൻഡ് എന്നായിരുന്നു. ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആയിരുന്നു അത് കൊണ്ടുവന്നത്. മെന്റൽ ഫിലോസഫി ആയിരുന്നു. അതില് ഓവേർട്ട് ബിഹേവിയറിനെ പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഡെഫിനിഷനും ഡ്രോപ്പ് ചെയ്തു. മൂന്നാമത് വന്നത് ദ സയൻസ് ഓഫ് കോൺഷ്യസ്നെസ് ആയിരുന്നു. അതായത് കോൺഷ്യസ്നെസ്, അവെയർ എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ. ഇത് പിന്നീട് അതിനുശേഷം വന്നത് എന്തായിരുന്നു, നാലാമത്, അതായത് നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന സൈക്കോളജിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് സയൻസ് ഓഫ് ബിഹേവിയർ ആണ്. ജെയിംസ് വാട്സൺ ആണ് അത് കൊണ്ടുവന്നത്, ഫാദർ ഓഫ് ദ സ്കൂൾ ഓഫ് ബിഹേവിയറിസം. സയൻസ് ഓഫ് അതായത് ആനിമൽസിന്റെ ബിഹേവിയർ വെച്ച് പഠിച്ചിട്ടാണ് എന്ത്, ഹ്യൂമൻ ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇത്ര ഓക്കെ ആണോ? അപ്പൊ ഏർലി ഡെഫിനിഷൻസ് ഓക്കെ ആണോ? ഓക്കെ ആണോ? ഏർലി ഡെഫിനിഷൻസ് ഓക്കെ ആണോ? പറഞ്ഞേ. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി കറന്റ് ഡെഫിനിഷൻസ് ഉണ്ട്. കറന്റ് ഡെഫിനിഷൻസിൽ ഇത് ഒരുപാടുണ്ട്. 3 എണ്ണം പഠിക്കാം. ഏതെങ്കിലും ഒരു 3 എണ്ണം നന്നായിട്ട് പഠിക്കാം.
എന്നിട്ട് അത് എഴുതാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് എളുപ്പമുള്ളത് ഏതാണോ അത് പഠിക്കുക. ഏത് ഡെഫിനിഷൻ എടുത്തു കഴിഞ്ഞാലും സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ്സസ് ആയിരിക്കും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഹ്യൂമൻ ആൻഡ് ആനിമൽ ബിഹേവിയർ. ഇതാണ് മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ്. അപ്പൊ ഈ ഒരു ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സൈക്കോളജി എന്ന് പറയുന്നത് ദ സയൻസ് ദാറ്റ് സ്റ്റഡീസ് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ്, അല്ലെങ്കിൽ ഹ്യൂമൻ ബിഹേവിയർ ആനിമൽ ബിഹേവിയറിനൊക്കെ പറ്റി പഠിക്കുന്നതാണ് എന്ത് സൈക്കോളജി എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഹേവിയർ ചോദിക്കുന്നുണ്ട്. അപ്പൊ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു ബ്രോഡ് ടേം ആണ്, കോംപ്ലക്സ് ഫിനോമിനയാണ്. സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് എന്താണ്? നമ്മുടെ ബിഹേവിയർ ആണ് എല്ലാം, നമ്മുടെ സ്വഭാവം. ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്വഭാവമാണ് എല്ലാത്തിനും കാരണം. ആനിമൽസ് എന്ത് ചെയ്താലും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും അതിനൊക്കെ റീസൺ എന്താണ്? ബിഹേവിയർ. ആ ബിഹേവിയറിനെ പറ്റിയിട്ടാണ് നമ്മൾ സൈക്കോളജിയിൽ പഠിക്കുന്നത്. ബിഹേവിയർ ഇൻക്ലൂഡ്സ് all actions and responses of organism that can be measured directly or indirectly. ഈ ബിഹേവിയറിനെ നമുക്ക് എന്ത് ചെയ്യാം? മെഷർ ചെയ്യാനായിട്ട് പറ്റും. സൈക്കോളജിയിൽ മെഷർ ചെയ്യുന്നുണ്ട്. അത് ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ഈ ബിഹേവിയറിനെ മെഷർ ചെയ്യാം. വി വിൽ നൗ കൺസിഡർ സം ഓഫ് ദ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്. പറഞ്ഞിട്ടുള്ളത് പരമേശ്വരൻ ആൻഡ് ബീനയാണ്. അവർ രണ്ടുപേരും പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. നോട്ട് ചെയ്യാൻ കേട്ടോ, കാരണം ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുമ്പോൾ നമുക്ക് എഴുതണം ഇതാരൊക്കെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത് എന്ന്. അതിലെന്താണ്? ആദ്യത്തെ, ഇൻഫ്ലുവൻസ്ഡ് ബൈ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പഠിക്കാതെ തന്നെ നമുക്ക് ആലോചിക്കാം. നമ്മുടെ ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും, കൾച്ചറൽ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഇന്ത്യൻ കൾച്ചറിലുള്ള ബിഹേവിയർ ആയിരിക്കില്ല വേറെ വെസ്റ്റേൺ കൾച്ചറിലുള്ളത്, അല്ലെങ്കിൽ വേറൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ കൾച്ചർ ആയിരിക്കില്ല നമ്മളെ പോലത്തെ കൾച്ചർ ആയിരിക്കില്ല അവിടെ ഉണ്ടായിരിക്കുക. അപ്പൊ ബിഹേവിയർ എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ഒന്ന് ബയോളജിക്കൽ ഫാക്ടേഴ്സ്, കൾച്ചറൽ ഫാക്ടേഴ്സ്, സോഷ്യൽ, എൻവയറമെന്റൽ, പാസ്റ്റ് എക്സ്പീരിയൻസ്. ചുറ്റുപാടുള്ളത് അതാണ് സോഷ്യൽ, എൻവയറമെന്റലും. പാസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എന്താ? കഴിഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് സ്വഭാവം മാറ്റുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? അതും നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് മോട്ടിവേഷണൽ, ഇമോഷണൽ, കോഗ്നിറ്റീവ്. കോഗ്നിറ്റീവ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഫീലിങ്സ്, ഇമോഷൻസ്, മോട്ടിവേഷൻ, തോട്ട്സ്. ആൻഡ് ബിഹേവിയർ വേരീസ് ഇൻ കോംപ്ലക്സിറ്റി. കോംപ്ലക്സിറ്റിയിൽ വ്യത്യാസമുണ്ട്. അതായത് സിമ്പിൾ ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ട്, കോംപ്ലക്സ് ആയിട്ടുള്ള ബിഹേവിയറും ഉണ്ട്. സിമ്പിൾ ആയിട്ടുള്ള എന്താ? ജസ്റ്റ് പിക്കിംഗ് എ പെൻ, വേവിങ് എ ഫ്രണ്ട്, റിഫ്ലെക്സ് റെസ്പോൺസസ് ലൈക്ക് സ്നീസിങ്. ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ബിഹേവിയർ ആണ്. ഇനി സർട്ടൻ സ്കില്ലുകൾ ഉള്ളതുണ്ട്, കഴിവുകൾ, അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ട്. ഗിറ്റാർ വായിക്കുക, അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടുക, ഇതൊക്കെ എന്താണ്? കുറച്ച് സ്കില്ലുള്ളതാണ്. അപ്പൊ ഇതൊക്കെ സ്കില്ലുള്ളതാണ്. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ട്, കോംപ്ലക്സ് ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ സർട്ടൻ സ്കിൽസ് ഉള്ള ബിഹേവിയറും ഉണ്ട്. അത് ജോയിൻ ആവുന്നുണ്ട് എന്ന് അഡ്മിറ്റ് ആക്കട്ടെ. ഇനി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബിഹേവിയർ ആർ ഓഫ് ഡിഫറെന്റ് കൈൻഡ്സ്. എന്താണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? നമ്മൾ ആദ്യം പറഞ്ഞു അല്ലെ, ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, സൈക്കോളജിക്കൽ ഉണ്ട്, സോഷ്യൽ ഉണ്ട്, എൻവയറമെന്റൽ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിലെന്തുണ്ട്? ഡിഫറെന്റ് കൈൻഡ്സ് ഉണ്ട്. അതായത് ബൈ ടു ലാർജ് സെറ്റ് ഓഫ് ഫാക്ടേഴ്സ്. അതിന് രണ്ട് കാറ്റഗറീസ് ആയിട്ടാണ് പറയുന്നത്. ദോസ് ബിലോങ്ങിങ് ടു ദ ഇൻഡിവിജ്വൽ, ദോസ് ബിലോങ്ങിങ് ടു ദ എൻവയറമെന്റ്. അതായത് ഇൻഡിവിജ്വലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സും ചുറ്റുപാടിൽ നിന്ന്, എൻവയറമെന്റിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സും. അങ്ങനെ രണ്ട് കാറ്റഗറീസ് ആയിട്ട് പറയുന്നുണ്ട്. ഇൻഡിവിജ്വൽ പറയുന്നത് എന്താണ്? നമ്മുടെ ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ ബയോളജിക്കൽ നീഡ്സ്, അതായത് ഹങ്കർ, തേഴ്സ്റ്റ്, എക്സെട്ര. പിന്നെ അതുപോലെ തന്നെ സൈക്കോളജിക്കൽ നീഡ്സ്, ഐഡിയാസ്, ഒപ്പീനിയൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. നിങ്ങളൊന്ന് വിചാരിക്കാം, ഇൻഡിവിജ്വലി വിചാരിക്കാം. ചിലവര് വിശപ്പ് വന്നു കഴിഞ്ഞാൽ ദേഷ്യപ്പെടുന്ന ആൾക്കാരുണ്ടായിരിക്കും. നമ്മുടെ ഒരു പരസ്യം ഉണ്ടല്ലോ, വിശന്ന് കഴിഞ്ഞാൽ നീ ആരാണ്? മഹേന്ദ്ര ബാഹുബലിയാണെന്ന് പറയുന്ന ഒരു വർഷമല്ലോ, ഓർത്തു വെക്കാം. നമുക്ക് ഫാക്ടേഴ്സ് വരുന്നത് ഇൻഡിവിജ്വൽസും ഉണ്ട്, എൻവയറമെന്റൽ ഫാക്ടേഴ്സും ഉണ്ട്. ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സിൽ ഏതൊക്കെയാണ്? ഫിസിയോളജിക്കൽ നീഡ്സ്, സൈക്കോളജിക്കൽ നീഡ്സ്. ഫിസിയോളജിക്കൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹങ്കർ, തേഴ്സ്റ്റ്, സെക്സ്, അതൊക്കെ എന്താണ്? ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. ആൻഡ് സൈക്കോളജിക്കൽ ഉണ്ട്, ഐഡിയാസ്, ഒപ്പീനിയൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. ഇനി അടുത്തത് എൻവയറമെന്റൽ ഫാക്ടേഴ്സ് ഉണ്ട്. ചുറ്റുപാടുള്ള ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? physical surrounding, family and friends, larger society, even overall cultural and social background. ഇതൊക്കെ നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. എന്താണ്? ഓരോരുത്തരിലും ബിഹേവിയർ ഡിഫറെന്റ് ആയിരിക്കും. അതാണ് ഇൻഡിവിജ്വൽ ഡിഫറെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ എന്റെ ബിഹേവിയർ ആയിരിക്കില്ല അക്ഷയന് ഉണ്ടായിരിക്കാം.
അക്ഷയുടെ ബിഹേവിയർ ആയിരിക്കില്ല അശ്വതിക്ക് ഉണ്ടായിരിക്കുക. അപ്പൊ എന്താണ്, ഇൻഡിവിജ്വലി ഡിഫറൻസസ് ഉണ്ടായിരിക്കും. അതാണ് അടുത്ത ഫാക്ടർ. ആൻഡ് ബിഹേവിയർ ഓൾസോ സിമിലാരിറ്റീസ്. ഇപ്പൊ നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് പറഞ്ഞ പോലെ തന്നെ എന്തുണ്ട്, സിമിലാരിറ്റീസും ഉണ്ട്. ഇപ്പൊ ഇവിടെ നമ്മൾ എഴുതേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു, 10 ആൾക്കാരെ എടുത്തിട്ട് ഒരേ സിറ്റുവേഷനിൽ കൊണ്ടുപോയിട്ട്, ഇപ്പൊ നമ്മളൊരു റോഡ് ആക്സിഡന്റ് നടക്കുന്ന സ്ഥലത്ത് ഒരു 10 ആൾക്കാരെ നിർത്തി എന്ന് വിചാരിക്കാം. 10 ആൾക്കാരും 10 തരത്തിലായിരിക്കും ചിലപ്പോൾ കാണിക്കുന്നതായിരിക്കാം. ചിലർ ആക്സിഡന്റ് കണ്ടിട്ട് പേടിച്ച് നിൽക്കുന്നവരുണ്ടായിരിക്കും, ചിലര് ആക്സിഡന്റ് പറ്റിയ ആളെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നവരുണ്ടായിരിക്കും, ചിലര് ഫോണിൽ വീഡിയോ എടുക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, ചിലർ ആംബുലൻസ് വിളിക്കുന്നുണ്ടായിരിക്കും, ചിലവര് പേടിച്ച് ധരിച്ച് നിൽക്കുന്നുണ്ടായിരിക്കും, ബോധം കെട്ട് വീണവരുണ്ടായിരിക്കും. അങ്ങനെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആണ്, ബിഹേവിയറിൽ ഡിഫറൻസസ് ഉണ്ട്. അതേപോലെ തന്നെ എന്തുണ്ട്, സിമിലാരിറ്റീസും ഉണ്ട്. differs from person to person, but this does not mean that all people differ from all others or at all times and in all situations. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഡിഫറൻസ് ആയിരിക്കണമെന്നില്ല, ചില കാര്യങ്ങളിൽ ഒരേപോലെ ആയിരിക്കും. ഇവിടെ ഒരേപോലെ ഒരു കാര്യം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ ഇൻസ്റ്റൻസ് ഇഫ് എ പാർട്ടിക്കിൾ ഓഫ് ഡസ്റ്റ് ഫോൾസ് ഇൻ ടു എ പേഴ്സൺസ് ഐ ഹി ഓർ ഷീ ട്രൈസ് ടു റിമൂവ് ഇറ്റ്. ഇപ്പൊ നമ്മുടെ കണ്ണിൽ ഒരു പൊടി വീണ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, കണ്ണൊന്ന് ബ്ലിങ്ക് ചെയ്യും അല്ലെ. അത് യൂണിവേഴ്സലി ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ യൂണിവേഴ്സൽ ബിഹേവിയർ ആണ്. എല്ലാവരും പൊടി തട്ടിക്കഴിഞ്ഞാൽ അപ്പൊ ഒന്ന് കണ്ണ് ബ്ലിങ്ക് ചെയ്യും. ആ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്, യൂണിവേഴ്സലി ഫോളോ ചെയ്യുന്നത്. അതാണ് ആ ഒരു സിമിലാരിറ്റി പറഞ്ഞത്. ആൻഡ് ബിഹേവിയർ ഈസ് ഓൾസോ ഓൾവേസ് പർപ്പസ്ഫുൾ ആൻഡ് ഗോൾ ഡയറക്റ്റീവ്. നമ്മുടെ ബിഹേവിയറിന് എന്താണ്, പർപ്പസ്ഫുൾ ആയിരിക്കും അല്ലെങ്കിൽ ഗോൾ ഡയറക്റ്റീവ് ആയിരിക്കും. എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ചിട്ട് നമ്മുടെ ബിഹേവിയർ നമ്മൾ മാറ്റം വരുത്താറുണ്ട്. ഇതില് 2 കാറ്റഗറി അതിൽ പറയുന്നുണ്ട്, അപ്രോച്ച് ബിഹേവിയർ, അവോയ്ഡൻസ് ബിഹേവിയർ. അപ്രോച്ച് ബിഹേവിയർ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഗോൾ ഡയറക്റ്റഡ് ആണ്. നെഗറ്റീവ് ഗോൾ അവോയ്ഡൻസ് എന്ന് പറയുന്നതാണ് എന്ത്, അവോയ്ഡൻസ് ബിഹേവിയർ എന്നുള്ളത്. ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്രോച്ച് ബിഹേവിയറിന് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഒരു കുട്ടി അവിടെ ഇരുന്ന്, എ ബോയ് സിറ്റിംഗ് ആൻഡ് സ്റ്റഡിങ് സഡൻലി ഗെറ്റ്സ് അപ്പ് ആൻഡ് ടേക്സ് എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഹിയർ ദ ഗോൾ ഈസ് ടു ഹാവ് എ ഗ്ലാസ് ഓഫ് വാട്ടർ ആൻഡ് ദ പർപ്പസ് ഈസ് ടു quench his thirst. ഹലോ, പഠിക്കുകയായിരുന്നു, അവിടുന്ന് എണീച്ചിട്ട് പെട്ടെന്ന് പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് കുടിച്ചു. അപ്പൊ അവിടുത്തെ ഗോൾ എന്താ, ഒരു ഗ്ലാസ് വെള്ളം എടുക്കണം. പർപ്പസ് എന്ന് പറയുന്നത് എന്താ, ദാഹമുണ്ട് അത് മാറ്റണം, അതാണ് അവിടുത്തെ പർപ്പസ്. ഇനി അതേപോലെ തന്നെ അവോയ്ഡൻസ് ബിഹേവിയർ. അപ്പൊ ഇതൊരു അപ്രോച്ച് ബിഹേവിയർ ആണ്, പോയിട്ട് വെള്ളം എടുക്കുകയാണ് ചെയ്തത്. ഇനി അവോയ്ഡൻസ് ബിഹേവിയർ ഉണ്ട്, അതായത് നെഗറ്റീവ് ഗോൾ അവോയ്ഡൻസ് എന്ന് പറയും അതിനെ. ഓൺ ദ അതർ ഹാൻഡ്, എ ബോയ് സിറ്റിംഗ് ആൻഡ് സ്റ്റഡിങ് a boy is sitting and studying and feels cold. He gets up and switches off the fan. കേട്ടോ, പഠിക്കുകയായിരുന്നു, അപ്പൊ തണുവ് തോന്നിയപ്പോ എന്ത് ചെയ്തു, എണീറ്റ് പോയിട്ട് ഫാൻ ഓഫ് ചെയ്തു. ഇവിടെ ഗോൾ എന്ന് പറയുന്നത് എന്താ, സ്വിച്ച് ഓഫ് ദ ഫാൻ ആണ്. ആൻഡ് പർപ്പസ് എന്ന് പറയുന്നത് എന്താ, തണുവ് എടുക്കുന്നുണ്ട് അതിനെ ഇല്ലാതാക്കുക. അപ്പൊ അതാണ് ആ ഒരു, ഇപ്പൊ ഇവിടെ ചെയ്തത് എന്താണ്, ഒരു സാധനത്തിനെ ഇല്ലാതാക്കി. നെഗറ്റീവ് ഗോൾ അവോയ്ഡൻസ് ആണ്. നേരത്തെ കാണിച്ചത് പോസിറ്റീവ് ഗോൾ ഡയറക്റ്റഡ് ആണ്, അപ്രോച്ച് ബിഹേവിയർ. രണ്ടാമത്തേൽ പറഞ്ഞത് എന്താ, അവോയ്ഡൻസ് ബിഹേവിയർ ആണ്. ആ 2 എക്സാമ്പിൾ വെച്ചിട്ട് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അതായത് ബിഹേവിയർ ഈസ് ഓൾവേസ് പർപ്പസ്ഫുൾ ആൻഡ് ഗോൾ ഡയറക്റ്റീവ്. ഇനി അടുത്തത്, ബിഹേവിയർ ഈസ് ഓൾസോ സ്റ്റെബിലിറ്റി. സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും. അതായത് ചില ആൾക്കാര്, പഴയ ആൾക്കാരെ എടുത്താൽ മതി, അവർ ആ ഓൾഡ് ഐഡിയാസ് ഒക്കെ ഇപ്പോഴും അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ടായിരിക്കും. ഫോർ ഇൻസ്റ്റൻസ്, യു മേ സ്റ്റിൽ ഫൈൻഡ് യുവർ ഗ്രാൻഡ് മദർ പ്രിഫറിങ് ഓൾഡ് ഐഡിയാസ് ആൻഡ് ഓൾഡ് വേസ് ഓഫ് ലൈഫ് ദോ ഷീ ഈസ് ലിവിങ് ഇൻ എൻ അൾട്രാ മോഡേൺ സൊസൈറ്റി. കണ്ടോ, അവര് ഇപ്പൊ ജീവിക്കുന്നത് നമ്മുടെ അൾട്രാ മോഡേൺ സൊസൈറ്റിയിലാണെങ്കിൽ കൂടി അവരുടെ ആ പഴയ കൾച്ചർ അല്ലെങ്കിൽ ആ ഒരു റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യില്ല, അവർ മാറ്റില്ല, അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടു. അപ്പൊ ബിഹേവിയർ എന്ന് പറയുന്നത് എന്തുകൊണ്ട്, സ്റ്റെബിലിറ്റിയും കൂടെ കാണിക്കുന്നുണ്ട്. ഇനി അടുത്തത്, ബിഹേവിയർ ഈസ് ഇന്റഗ്രേറ്റഡ് ആണ്, അതായത് വളരെ സമഗ്രമായതാണ്. എവറി ഹ്യൂമൻ ബീയിങ് ഹാസ് physiological, psychological, personal and social purpose. Here he or she has also been the subject of different learning experiences. In spite of all of this, behavior is always show an order and hierarchy of purpose. എന്തിനൊരു ഓർഡർ ഉണ്ടായിരിക്കും, വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. പിന്നെ ഈ ഒരു ബിഹേവിയർ എന്ന് പറഞ്ഞ ബിഹേവ് ചെയ്യാന്ന് പറയുന്നത് എന്താണ്, ദിസ് പ്രോസസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഓഫ് ഡിഫറെന്റ് പർപ്പസസ്, ഡിഫറെന്റ് ലേണിംഗ്സ് ആൻഡ് ഡിഫറെന്റ് ഇൻഫ്ലുവൻസിംഗ് ഫാക്ടേഴ്സ് റിസൾട്ട്സ് ഇൻ ആൻ ഇന്റഗ്രേഷൻ ഓഫ് ബിഹേവിയർ. അപ്പൊ ഞാൻ പഠിക്കുന്ന രീതിയിലായിരിക്കില്ല നിങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കാം, എന്റെ ഗോള് ആയിരിക്കില്ല നിങ്ങളുടെ ഗോള്. അതേപോലെ തന്നെ എന്റെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയിരിക്കില്ല നിങ്ങളുടെ ചുറ്റും നിങ്ങളുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അതുകൊണ്ട് തന്നെ ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്, ഇന്റഗ്രേറ്റഡ് ആണ്. പല ഏരിയാസിൽ നിന്നും
ഒരുപാട് കാര്യങ്ങൾ കൂടി കലർന്നു വരുന്നതാണ് ഇത് നമ്മുടെ ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ബിഹേവിയർ ഈസ് ഇന്റഗ്രേറ്റഡ് ആണ്. അപ്പൊ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. ഇതിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് റിപ്പീറ്റ് അടിച്ച് പോകാനുള്ള ടൈം ഇല്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക് പറയാം. ഓക്കെ ആണോ? അടുത്ത ടോപ്പിക് പറയാം. ഇനി ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ചോദിക്കുമ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ്? ആൻഷ്യൻ ഫിലോസഫേഴ്സ് ആണ് ആദ്യം പറഞ്ഞത്. ആ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതാട്ടോ. ഹിസ്റ്ററിയാണ്, അപ്പോഴത് ഹിസ്റ്ററിയാണ് പറയുന്നത്. ആദ്യം ഫിലോസഫിയുടെ ഭാഗമായിരുന്നു, സ്റ്റഡി ഓഫ് സോൾ എന്നായിരുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ എഴുതിക്കൊള്ളൂ. അതൊക്കെ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് തന്നെയാണ്. ദ ടേം സൈക്കോളജി ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ 2 ഗ്രീക്ക് വേർഡ്. സൈക്കി മീൻസ് സോൾ ഓർ ബ്രീത്ത്, പിന്നെ അടുത്തത് ലോഗോസ്, അതായത് നോളജ് ഓർ സ്റ്റഡി. അങ്ങനെ 2 വേർഡുകൾ കൂടി ചേർന്നിട്ടാണ് എന്ത് സൈക്കോളജി എന്ന വേർഡ് വന്നിട്ടുള്ളത്. ഗ്രീക്ക് വേർഡ്സ് ആയിട്ടുള്ള സൈക്കി പ്ലസ് ലോഗോസ്. The word psychology was not in common use before the 19th century, and the field of psychology did not actually become an independent science until the middle of the 19th century. അപ്പൊ 19th സെഞ്ചുറിയുടെ മുന്നേ എന്തായിരുന്നു? സൈക്കോളജി ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫീൽഡ് ആയിരുന്നില്ല. ഒരു 19ാം നൂറ്റാണ്ടിന്റെ പകുതിയോടുകൂടി അല്ലെങ്കിൽ പകുതി വരെ ആക്ച്വലി ഒരു ഇൻഡിപെൻഡന്റ് സയൻസ് ആയിരുന്നില്ല. 1879 ജർമ്മൻ പ്രൊഫസർ ആയിട്ടുള്ള വില്യം വുണ്ട് എന്ത് ചെയ്തു? ലീപ്സിക് യൂണിവേഴ്സിറ്റിയിലെ ഒരു ഫസ്റ്റ് സൈക്കോളജി ലബോറട്ടറി എസ്റ്റാബ്ലിഷ് ചെയ്തു. എന്താണ്? 1879 ഇമ്പോർട്ടന്റ് സെന്റൻസ് ആണ് കേട്ടോ, നിർബന്ധമായിട്ട് എഴുതണം. ജർമ്മൻ പ്രൊഫസർ ആയിട്ടുള്ള വില്യം വുണ്ട് എന്ത് ചെയ്തു? യൂണിവേഴ്സിറ്റി ഓഫ് ലീപ്സിക്, ജർമ്മനിയിലെ ലീപ്സിക് യൂണിവേഴ്സിറ്റിയിലെ ഒരു ലബോറട്ടറി എസ്റ്റാബ്ലിഷ് ചെയ്തു സൈക്കോളജിക്ക് വേണ്ടി മാത്രം. അതാണ് നമ്മുടെ സൈക്കോളജിക്ക് വന്നിട്ടുള്ള ആദ്യത്തെ ലബോറട്ടറി എന്ന് പറയുന്നത്. അതാണ്. ഇതുവരയ്ക്കും സൈക്കോളജിക്ക് വേണ്ടിയിട്ട് ഒരു ലബോറട്ടറി ഉണ്ടായിരുന്നില്ല. സൈക്കോളജി ഉണ്ടായിരുന്നു, പക്ഷെ ലബോറട്ടറി എക്സ്പെരിമെന്റ്സ് ഒന്നും നടന്നിരുന്നില്ല സൈക്കോളജിനെ പറ്റിയിട്ടുള്ള. അതിന് മുന്നേ കുറച്ച് തിയറീസ് ഒക്കെ വന്നിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ട് ഒരു ലബോറട്ടറി എസ്റ്റാബ്ലിഷ് ചെയ്തത് വില്യം വുണ്ടാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അതിനുശേഷം സൈക്കോളജി ഒരു ഇൻഡിപെൻഡന്റ് സയൻസ് ആയിട്ട് മാറി. ദ ഇന്റലക്ച്വൽ റൂട്ട്സ് ഓഫ് സൈക്കോളജി ലൈ അറ്റ് ദ യൂണിയൻ ഓഫ് ഫിലോസഫി ആൻഡ് ഫിസിയോളജി. അപ്പൊ സൈക്കോളജിയുടെ റൂട്ട്, ഇന്റലക്ച്വൽ റൂട്ട് എന്ന് പറയുന്നത് ഫിലോസഫി പ്ലസ് ഫിസിയോളജിയും കൂടിയിട്ടാണ്. വൂണ്ട് ട്രഡീഷണലി റെക്കഗ്നൈസ്ഡ് ആസ് ദ ഫൗണ്ടർ ഓർ ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി. അപ്പൊ അതുകൊണ്ട് തന്നെ വൂണ്ട് എന്തെന്ന് അറിയപ്പെടുന്നു? ഫൗണ്ടർ ഓർ ഫാദർ ഓഫ് ദ മോഡേൺ സൈക്കോളജി എന്ന് വൂണ്ട് അറിയപ്പെടുന്നു, അതായത് വില്യം വൂണ്ട്. ദ ഇയർ ഓഫ് 1879 is seen as a remarkable year when psychology finally emerged as a unique field. അപ്പൊ ഈ 1879 എന്നുള്ളത് സൈക്കോളജിയിൽ ഒരു വലിയൊരു നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു ഇയർ ആണ്. കാരണം സൈക്കോളജി ഒരു ഇൻഡിപെൻഡന്റ് സയൻസ് ആയിട്ട് മാറിയത് ആ വർഷം തുടങ്ങിയിട്ടാണ്. അതുവരയ്ക്കും ലബോറട്ടറി എക്സ്പെരിമെന്റ്സ് അല്ലെങ്കിൽ ഈ കൺട്രോൾഡ് എക്സ്പെരിമെന്റ്സ് ഒന്നും അന്നും ഉണ്ടായിരുന്നില്ല. ഒന്നിനും ഒരു തെളിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിന് ശേഷം എന്തായി? ലബോറട്ടറി എക്സ്പെരിമെന്റ്സ്. ഒരു ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി ഒക്കെ എങ്ങനെ ഒരു ലബോറട്ടറിയിൽ വെച്ച് ചെയ്യുന്നു, അതേപോലെ തന്നെ സൈക്കോളജി ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ അതുകൊണ്ടാണ് സൈക്കോളജി അതിനുശേഷം ഒരു ഇൻഡിപെൻഡന്റ് സയൻസ് ആയിട്ട് മാറിയത്. വോണ്ട് സ്റ്റാർട്ട് സ്റ്റഡി ദ സ്ട്രക്ചർ ഓഫ് മൈൻഡ് വിച്ച് റെഫർ ദ ഇമ്മീഡിയറ്റ് കോൺഷ്യസ് എക്സ്പീരിയൻസ്, ദ കണ്ടന്റ്സ് ആൻഡ് പ്രോസസ് ഓഫ് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് സച്ച് ആസ് സെൻസേഷൻ, തോട്ട്സ്, ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ്. അപ്പൊ വോണ്ട് പഠിച്ചത് മൈൻഡിന്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ടായിരുന്നു. അതായത് കോൺഷ്യസ് എക്സ്പീരിയൻസിനെ എലമെന്റ്സ് ആക്കിയിട്ടൊക്കെ പഠിച്ചു. എന്താണ്? നമ്മുടെ മൈൻഡിനെ എലമെന്റ്സ് ആക്കിയിട്ട് പഠിക്കുകയാണ് ആര് ചെയ്തത്? വൂണ്ട് ചെയ്തത്. അതായത് ഇമ്മീഡിയറ്റ് കോൺഷ്യസ് എക്സ്പീരിയൻസ് ആണ് അദ്ദേഹം പഠിച്ചത്, അതായത് മൈൻഡിന്റെ സ്ട്രക്ചറിനെ പറ്റി. ദസ് ഫോർമലി സൈക്കോളജി വാസ് റെക്കഗ്നൈസ്ഡ് ആസ് എൻ ഇൻഡിപെൻഡന്റ് സയൻസ് ഇൻ 1879. അപ്പൊ അതുകൊണ്ട് തന്നെ 1879 സൈക്കോളജി എന്തായിട്ട് മാറി? ഇൻഡിപെൻഡന്റ് സയൻസ് ആയിട്ട് മാറി. ഓക്കെ ആണല്ലോ? അപ്പോ ഹിസ്റ്ററി ഇത്രേ വരുന്നുള്ളൂ. ഇത് പ്ലസ് നമ്മള് നേരത്തെ പറഞ്ഞല്ലോ, അതും കൂടെ പ്ലസ് ചെയ്തിട്ട് എഴുതുക. ഇനി അടുത്തത് സൈക്കോളജി ആസ് എ സയൻസ്. ഇമ്പോർട്ടന്റ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുന്നുണ്ട്. എംപിരിക്കൽ ഒബ്സർവേഷൻ, അതായത് എംപിരിക്കൽ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ നമ്മൾ അനുഭവിച്ചറിയുന്നത്, ഒബ്സർവേഷനിലൂടെ നമ്മൾ എന്തൊക്കെയാണ് അനുഭവിച്ചറിയുന്നത്, അതായിരിക്കും സൈക്കോളജിയിലുള്ളത്. അതായത് സയൻസ് ആണ്. അപ്പൊ സയന്റിഫിക് ആയിട്ട് എന്ത് വേണം? മറ്റുള്ള ഡിസിപ്ലിൻസ് പോലെ തന്നെ, അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോലെ തന്നെ എംപിരിക്കൽ ഒബ്സർവേഷൻസ് സൈക്കോളജിയിൽ ഉണ്ടായിരിക്കണം. സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആൻഡ് തിയറി ആയിരിക്കും. പിന്നെ മെഷർമെന്റ്സ് ഉണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞ സൈക്കോളജിയിൽ കൃത്യമായിട്ടുള്ള മെഷർമെന്റ്സ് ഉണ്ടായിരിക്കും. അതായത് എന്തെങ്കിലും ഒരു ഒബ്ജക്ട്സോ ഈവൻസ് ഒക്കെ അസസ് ചെയ്യാനും അതിന് സർട്ടൺ റൂൾസും ടൂൾസും ഒക്കെ എന്തിലുണ്ട്? സൈക്കോളജിയിലും ഉണ്ട്. ഇനി ഡെഫിനിഷൻ ഓഫ് ടേംസ് പറയുന്നുണ്ട്.
കെയർഫുൾ ഡെഫിനിഷൻ ഓഫ് ടേംസ് ഈസ് എസെൻഷ്യൽ ടു ക്ലിയർ തിങ്കിങ് ഇൻ സയൻസ്. സയൻസ് ആയിട്ട് മാറണം വെച്ചെങ്കിൽ എന്ത് വേണം? ക്ലിയർഫുൾ ആയിട്ടുള്ള അല്ലെ കെയർഫുൾ ആയിട്ടുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള ഡെഫിനിഷൻസ് വേണം. അതും സൈക്കോളജിയിലുണ്ട്. ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സും സയൻസ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നോക്കി വയ്ക്കാം. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഒരു വീഡിയോ ഞാൻ ഇട്ട് തരാം കേട്ടോ. അപ്പൊ അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ടൈം ഉണ്ടെങ്കിൽ അതും കൂടെ നോക്കാം. ഇനി സെക്കൻഡ് ചാപ്റ്റർ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി. വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി ആണ്. അപ്പൊ അതിൽ ഈ ഫീൽഡുകൾ പഠിക്കണം. ബയോസൈക്കോളജി, കോഗ്നിറ്റീവ് സൈക്കോളജി, അതൊക്കെ നമുക്കൊന്ന് ഓടിച്ച് പറഞ്ഞു പോവാം. ബയോസൈക്കോളജി എന്ന് പറയുന്നത് എന്താ? ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ ആണ്. നമ്മൾ ബയോസൈക്കോളജി സബ്ജക്ട് പഠിക്കുന്ന അതേപോലെ തന്നെ ബ്രെയിൻ നമ്മുടെ മൈൻഡിനെ അല്ലെങ്കിൽ ബിഹേവിയറിനെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്, അതാണ് ഇവിടെ എന്തിൽ പഠിക്കുന്നത്? ബയോസൈക്കോളജിയിൽ പഠിക്കുന്നത്. ഇനി കോഗ്നിറ്റീവ് സൈക്കോളജി ഉണ്ട്. അതായത് നമ്മുടെ കോഗ്നിറ്റീവ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങിനെ പറ്റി പഠിക്കുന്നതാണ് എന്ത്? കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഫീലിങ്സ്, തോട്ട്സ്, ഇമോഷൻസ്, തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, ലാംഗ്വേജ്, റീസണിങ്, ഇതൊക്കെ എന്തിൽ പെടും? കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ പെടും. ഇനി അടുത്തത് കമ്പാരിറ്റീവ് സൈക്കോളജി. കമ്പാരിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത് എസ്പെഷ്യലി ആനിമൽസിന്റെ ബിഹേവിയറിനെ പറ്റി പഠിക്കുന്നതാണ് എന്ത്? കമ്പാരിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത്. അതായത് കണ്ടോ, it is to call this field as animal psychology. By studying animal behavior, the psychologist gathers important information which can be compared with and applied to human behavior. ഇനി അടുത്തത് കൾച്ചറൽ സൈക്കോളജി. പേര് പോലെ തന്നെ കൾച്ചർ, സബ് കൾച്ചർ, എത്നിക് ഗ്രൂപ്പ്, അതൊക്കെ പഠിക്കുന്നതാണ്. ഇതൊക്കെ എങ്ങനെ ബിഹേവിയറിനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് അതും കൂടെ എഴുതണം കേട്ടോ. അതാണ് കൾച്ചറൽ സൈക്കോളജി. പിന്നെ അടുത്തത് എക്സ്പെരിമെന്റൽ സൈക്കോളജി പറയുന്നുണ്ട്. പെർസെപ്ഷൻ, ലേണിംഗ് ആൻഡ് മോട്ടിവേഷൻ, ഇതൊക്കെ നമ്മളെ ബിഹേവിയറിനെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ കൺട്രോൾഡ് എക്സ്പെരിമെന്റ്സ് ആയിരിക്കും കേട്ടോ. ദിസ് ഫീൽഡ് ഡീൽസ് വിത്ത് കൺട്രോൾഡ് എക്സ്പെരിമെന്റ്. കൺട്രോൾഡ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഒന്നല്ല, ലബോറട്ടറിയിൽ വെച്ച് ചെയ്യുന്നു. റിസർച്ചർ അല്ലെങ്കിൽ എക്സ്പെരിമെന്ററുടെ കൺട്രോളിലായിരിക്കും ക്ലയന്റ് ഉണ്ടായിരിക്കുക. അതാണ് കൺട്രോൾഡ് എക്സ്പെരിമെന്റ്. അപ്പൊ എക്സ്പെരിമെന്റൽ സൈക്കോളജിയിൽ എന്താണ്? കൺട്രോൾഡ് എക്സ്പെരിമെന്റ്സ് ആണ് നടക്കുന്നത്. പെർസെപ്ഷൻ, ലേണിംഗ് ആൻഡ് മോട്ടിവേഷൻ, ഈ പറയുന്ന സൈക്കോളജിക്കൽ പ്രോസസ്സുകളെ പറ്റിയിട്ടൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. ജെൻഡർ സൈക്കോളജി, അതായത് റോൾ ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് ജെൻഡർ ആണ് പഠിക്കുന്നത്. ട്രൈസ് ടു അനലൈസ് ദ അക്വിസിഷൻ ഓഫ് ജെൻഡർ ഐഡന്റിറ്റി ആൻഡ് റോൾ ഓഫ് ജെൻഡർ ത്രൂ ഔട്ട് ലൈഫ്. ലേണിംഗ് സൈക്കോളജി, എങ്ങനെയാണ് ലേണിംഗ്, എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ലേണിംഗ് ഉണ്ടാകുന്നത്, അതൊക്കെ പഠിക്കുന്നത് ഏതിലാണ്? ലേണിംഗ് സൈക്കോളജി ആണ്. ആൻഡ് അപ്ലൈ ദ ലോസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് ടു സോൾവ് എ വെറൈറ്റി ഓഫ് ഹ്യൂമൻ പ്രോബ്ലംസ്. ഇനി എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട് വെച്ചെങ്കിൽ അതിൽ അപ്ലൈ ചെയ്യുന്നത് എന്താണ്? നമ്മൾ പഠിച്ചിട്ടുള്ള ലേണിംഗ് പ്രിൻസിപ്പിൾസ് ആയിരിക്കും അതിൽ അപ്ലൈ ചെയ്യാം. പേഴ്സണാലിറ്റി സൈക്കോളജി, പേഴ്സണാലിറ്റിനെ പറ്റി പഠിക്കുന്നതാണ്. അതായത് പേഴ്സണാലിറ്റി, ട്രേറ്റ്സ് ആൻഡ് ഡൈനാമിക്സ്. ഇവിടെ സൈക്കോളജിസ്റ്റ് തിയറീസും ഡെവലപ്പ് ചെയ്യും. പേഴ്സണാലിറ്റിനെ പറ്റിയിട്ടുള്ള തിയറീസ് ഡെവലപ്പ് ചെയ്യും. അതേപോലെ തന്നെ ടൂൾസുകൾ ഡെവലപ്പ് ചെയ്യും. പേഴ്സണാലിറ്റിനെ അസസ് ചെയ്യാനുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് എവിടെയാണ്? പേഴ്സണാലിറ്റി സൈക്കോളജിയിലാണ്. ഫിസിയോളജിക്കൽ സൈക്കോളജി, അതായത് ബയോകെമിക്കൽ ചേഞ്ചസ് വിത്തിൻ അവർ നെർവസ് സിസ്റ്റം ആൻഡ് ബോഡീസ് ഇൻ എവറിത്തിങ് വി ഡു സെൻസ്, ഫീൽ ഓർ തിങ്ക്, അതാണ് ഫിസിയോളജിക്കൽ സൈക്കോളജി. ഇനി സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ സൈക്കോളജി പറയുന്നുണ്ട്. സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ സൈക്കോളജി എന്താണ്? നമ്മുടെ കോഗ്നിറ്റീവ് പ്രോസസ് തന്നെയാണ്. പക്ഷെ അതിൽ മെയിൻ ആയിട്ട് സെൻസേഷനും പെർസെപ്ഷനും പറ്റി മാത്രമാണ് പഠിക്കുന്നത്. അതായത് പെർസീവ് ഡെപ്ത്, മൂവ്മെന്റ്, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇൻ പെർസെപ്ഷൻ, അതാണ് കേട്ടോ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എന്താണ്? ഡെപ്ത്, മൂവ്മെന്റ്, ഡിഫറൻസസ് ഇൻ പെർസെപ്ഷൻ. ഇനി അടുത്തത് സോഷ്യൽ സൈക്കോളജി. വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ പറയാം? നമ്മുടെ ബിഹേവിയർ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ്, നമ്മുടെ ബിഹേവിയർ, ഇമോഷൻസ്, ഫീലിങ്സ്, തോട്ട്സ്, ഈ 4 കാര്യങ്ങൾ എഴുതിക്കോളൂ. ഇത് സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ്, അതാണ് സോഷ്യൽ സൈക്കോളജി. അതിലെ പ്ലസ് എന്തൊക്കെ പറയുന്നുണ്ട്? ആറ്റിറ്റ്യൂഡ്, കൺഫർമിറ്റി, പെർസ്വേഷൻ, പ്രെജുഡിസ്, ഫ്രണ്ട്ഷിപ്പ്, അഗ്രഷൻ, ലീഡർഷിപ്പ്, ഇതൊക്കെ എന്തിൽ വിടും? സോഷ്യൽ സൈക്കോളജിയിൽ വിടും. ഇനി അടുത്തത് ക്ലിനിക്കൽ സൈക്കോളജി. അതായത് ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ എന്താ? സർട്ടൻ ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്യുക, അതിന്റെ കോസസ് കണ്ടെത്തുക, അതിന് വേണ്ട ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുക്കുക, ക്ലിനിക്കൽ സൈക്കോളജി ആണ്. ഇനി കമ്മ്യൂണിറ്റി സൈക്കോളജി. ഒരു മിനിറ്റ് കേട്ടോ. കമ്മ്യൂണിറ്റി സൈക്കോളജി, കമ്മ്യൂണിറ്റി സൈക്കോളജി, അതായത് ഫീൽഡ് അപ്ലൈസ് ടു ദ കമ്മ്യൂണിറ്റി വൈഡ് മെന്റൽ ഹെൽത്ത് ത്രൂ റിസർച്ച്, പ്രിവെൻഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് കൺസൾട്ടേഷൻ. അതായത് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസിനെ പറ്റിയിട്ട് പഠിക്കുന്നതാണ് എന്ത്? കമ്മ്യൂണിറ്റി സൈക്കോളജി. ആൻഡ് കൺസ്യൂമർ സൈക്കോളജി ഉണ്ട്.
The field is involved in research related to packaging, advertising, marketing methods and characteristics of consumers. Counseling psychology പറയുന്നത് എന്താ? കൗൺസിലിംഗ് കൊടുക്കുക. നമുക്ക് എന്തെങ്കിലുമൊക്കെ ബിഹേവിയറൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പ്രോബ്ലംസോ പാത്തോളജി ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതാണ് കൗൺസിലിംഗ് സൈക്കോളജി. ഇതില് 23 സൈക്കോളജി പറയുന്നുണ്ട്. 15 നന്നായിട്ട് പഠിച്ചിട്ട് എഴുതാം. ഈ ക്വസ്റ്റ്യൻ എഴുതാൻ ഉദ്ദേശിക്കുന്നവര് 15 പഠിച്ചാൽ മതി. അപ്പോഴേക്കും നമുക്ക് 300 വേർഡ്സ് ആയിട്ടുണ്ടാവും. ഒരു 4-5 പേജൊക്കെ എത്തിയിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ? നിങ്ങൾക്ക് അറിയാവുന്നത് പഠിക്കാം കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ, ഫോറൻസിക് സൈക്കോളജി, സ്പോർട്സ് സൈക്കോളജി, ഒരുപാട് സൈക്കോളജി ഉണ്ട്. പേര് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫൈൻ ചെയ്ത് എഴുതാം. അങ്ങനെ ഒരു 15 നോക്കി വയ്ക്കാം. ഓക്കെ ആണല്ലോ? ഇതിൽ ഇത്രയും മതി. സെക്കൻഡ് ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറയുന്നത് അത്രയാണ്. ഓക്കെ ആണോ? പറഞ്ഞേ. ഓക്കെ. ഇനി പെർസെപ്ഷനെ പറ്റിയിട്ടാണ്. പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് കേട്ടോ. പെർസെപ്ഷന്റെ സ്റ്റേജസ് ഒക്കെ വരും, സെൻസേഷൻ വരും, പിന്നെ അതുപോലെ തന്നെ ജസ്റ്റാൾട്ട് തിയറി ഒക്കെ വരും. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. പെർസെപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ നമ്മുടെ ചുറ്റുപാടിനെ മനസ്സിലാക്കുന്നു, നമ്മുടെ എൻവയറമെന്റിനെ അല്ലെങ്കിൽ വേൾഡ് അറൗണ്ട് us, നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു, അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, പെർസെപ്ഷൻ എന്ന് പറയുന്നത്. മലയാളത്തിൽ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ധാരണ എന്നാണ്. ഒരു സംഭവത്തിനെ നമ്മൾ എങ്ങനെ ധരിച്ചു വെച്ചിരിക്കുന്നു, അതിനൊക്കെ നമുക്ക് പെർസെപ്ഷൻ എന്ന് പറയാം. അപ്പൊ ചുറ്റുമുള്ള വേൾഡിനെ അല്ലെങ്കിൽ വേൾഡ് അറൗണ്ട് us, നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു, അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, സെറ്റ് ഓഫ് പ്രോസസ് ആണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. Perception helps us in interpreting our world and is helping us making an appropriate decision from what dress to wear and how to cross the road. നമുക്ക് ഡിസിഷൻ എടുക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന എന്താണ്, ഈ പെർസെപ്ഷൻ പ്രോസസ് ആണ്. ഇന്ന് എന്ത് ഡ്രസ്സ് ധരിക്കണം, ഇനി ഞാൻ എങ്ങനെ ഓഫീസിൽ പോകണം, ഇനി ഞാൻ എന്ത് ഭക്ഷണം കഴിക്കണം, ഈ റോഡ് ഞാൻ എങ്ങനെ ക്രോസ് ചെയ്യണം, ഈ സിഗ്നൽ എന്തിനെ പറ്റിയിട്ടാണ്, ഈ കളർ എന്താണ്, ഇപ്പൊ അകലെ ഇരിക്കുന്ന ഒരാളിന് അയാൾ എന്താണ് ചെയ്യുന്നത്, ഇതൊക്കെ പെർസെപ്ഷൻ ആണ്. നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് അറിയാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ പെർസെപ്ഷൻ എന്ന പ്രോസസ്സിൽ ഒരുപാട് സ്റ്റേജസ് വരുന്നുണ്ട്. സെലക്ഷൻ, ഓർഗനൈസേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. ആദ്യം എന്താണ്, സെലക്ഷൻ ആണ്. അപ്പൊ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ സെലക്ട് ചെയ്യും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ യാത്ര ചെയ്യാണ്, നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകണം. അപ്പൊ അതിന്റെ ബോർഡ് നോക്കിയിട്ട് നമ്മൾ പോകും അല്ലെ. അപ്പൊ ആ ഒരു ഡയറക്ഷൻ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഏതെങ്കിലും ഒരു കോളേജിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ ആ കോളേജ് ഇഗ്നോ യൂണിവേഴ്സിറ്റിക്കാണ് പോകുന്നത്. അപ്പൊ ഇഗ്നോന്റെ ബോർഡ് ഉണ്ടോ നമ്മൾ നോക്കി പോകും. കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, അതിനെ ഓർഗനൈസ് ചെയ്തു, എന്നിട്ട് അത് സെലക്ട് ചെയ്തു, ആൻഡ് ദെൻ ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യും. ബ്രെയിൻ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്ത് തരും. ഇത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ബോർഡാണ്, റൈറ്റിലേക്ക് തിരിയണം. അപ്പൊ ബ്രെയിൻ നമുക്കത് ഇന്റർപ്രറ്റ് ചെയ്ത് തരും. അങ്ങനെ 3 സ്റ്റേജസ് ആണ് നടക്കുന്നത്, സെലക്ഷൻ, ഓർഗനൈസേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. കണ്ട, അതിൽ ആദ്യത്തെ സെലക്ഷൻ ആണ്. വി അൺകോൺഷ്യസ്ലി ഓർ കോൺഷ്യസ്ലി സെലക്ട് സ്റ്റിമുലൈ ആൻഡ് ഇഗ്നോർ അതേഴ്സ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കോൺഷ്യസ്ലി അല്ലെങ്കിൽ അൺകോൺഷ്യസ്ലി ഒരു സ്റ്റിമുലൈ സെലക്ട് ചെയ്യാം, മറ്റുള്ളതിനൊക്കെ വേണ്ടെന്ന് നോക്കി. ഇപ്പൊ നമുക്ക് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള സൈൻ ബോർഡാണ് വേണ്ടത്, ആ ഒരു ഡയറക്ഷൻ ആണ് കിട്ടുക. അപ്പൊ നമ്മൾ അത് മാത്രം സെലക്ട് ചെയ്തു, അതിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് നമ്മൾ ആ വഴിക്ക് പോയി. യുവർ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദീസ് 2 ഫിഗേഴ്സ് ഡിപ്പെൻഡ്. ഇവിടെ കണ്ടോ 2 ചിത്രങ്ങളൊന്നും നിങ്ങൾ വരയ്ക്കണ്ട കേട്ടോ, അതൊക്കെ വിട്ട് കളയാം. അടുത്തത് ഓർഗനൈസേഷൻ ആണ്. ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇൻ ദിസ് സ്റ്റേജ് സ്റ്റിമുലൈ ആർ അറേഞ്ച്ഡ് മെന്റലി ഇൻ എ മീനിങ്ഫുൾ പാറ്റേൺ. എന്താണ്, നമ്മൾ ഒരു സ്റ്റിമുലൈ കണ്ടു, നമ്മൾ ബോർഡ് കണ്ടു, ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ റൈറ്റിലേക്കുള്ള ഡയറക്ഷൻ കൊടുത്തിട്ട് ഒരു ബോർഡ് കണ്ടു, നമ്മൾ എന്ത് ചെയ്തു, മീനിങ്ഫുൾ പാറ്റേണിൽ അത് അറേഞ്ച് ചെയ്തു, ബ്രെയിനിലേക്ക് പോയി. ബ്രെയിനിലേക്ക് പോകുമ്പോൾ അതെന്താണ്, 3ാമത്തെ സ്റ്റേജിൽ അത് ഇന്റർപ്രറ്റ് ചെയ്ത് വരും. ബ്രെയിൻ നമുക്ക് പറഞ്ഞു തരും, ഇത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ബോർഡാണ്, റൈറ്റിലേക്ക് തിരിയണം എന്ന് കാണിച്ചിട്ടുണ്ട്. ബ്രെയിൻ നമുക്ക് പറഞ്ഞു തരുമ്പോൾ അതെന്താണ്, ഇന്റർപ്രിട്ടേഷൻ ആണ്. ഇൻ ദിസ് ലാസ്റ്റ് സ്റ്റേജ് മീനിങ് ഈസ് അസൈൻഡ് ടു ദ ഓർഗനൈസ്ഡ് സ്റ്റിമുലൈ. ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദി സ്റ്റിമുലൈ ഈസ് ബേസ്ഡ് ഓൺ വൺസ് എക്സ്പീരിയൻസ്, എക്സ്പെക്ടേഷൻ, നീഡ്സ്, ബിലീഫ്സ് ആൻഡ് അതർ ഫാക്ടേഴ്സ്. ചിലപ്പോൾ എന്തായിരിക്കാം, എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരിക്കാം, നീഡ്സ്, ബിലീഫ്സ് ആൻഡ് അതർ ഫാക്ടേഴ്സ്. ഇവിടെ എന്താണ്, നമുക്ക് നീഡ്സ് ഉണ്ട്,
ആവശ്യമുണ്ട്, എനിക്ക് യൂണിവേഴ്സിറ്റി പോകേണ്ടത് അത്യാവശ്യമാണ്, പോയേ പറ്റുള്ളൂ, റൈറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്, അപ്പൊ അവിടേക്ക് പോയേ എത്തും എന്നുള്ളത് എന്റെ വിശ്വാസമാണ്. അപ്പൊ ആ ഒരു മീനിങ് ഒക്കെ കൊടുത്തിട്ട് ഈ ഒരു സ്റ്റിമുലൈനെ ഓർഗനൈസ് ചെയ്ത് ലാസ്റ്റത്തെ സ്റ്റെപ്പാണ് എന്ത്, ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. The stage is subjective in nature and the same stimuli can be interpreted differently by different individuals. ഇപ്പൊ ഇത് പലതരത്തിൽ വേണമെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ അവരുടെ നേച്ചറിനെ ബേസ് ചെയ്തിട്ട് എന്തായിരിക്കും ഇന്റർപ്രറ്റഡ് ഡിഫറെന്റ്ലി ബൈ ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ്. അപ്പൊ ഇവിടെ പെർസെപ്ഷൻ ഇൻപുട്ട് ഈ ഒരു ചാപ്റ്റർ വരയ്ക്കണം കേട്ടോ. പ്രോസസ് ഓഫ് പെർസെപ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇൻഫർമേഷൻ അബൌട്ട് ദ സ്റ്റിമുലൈ ആൻഡ് സെൻസ് ഓർഗൻ. നമ്മൾ എന്താണ് നമ്മുടെ കണ്ണിലേക്ക് ഒരു സ്റ്റിമുലൈ കയറുകയാണ്. സ്റ്റിമുലൈ എന്ന് പറയുമ്പോൾ എന്താ, ഒരു ഒബ്ജക്റ്റ്, നമ്മൾ എന്താണോ കാണാൻ അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു സ്റ്റിമുലൈ നമ്മുടെ കണ്ണിലേക്ക് വരും, ഒരു ഒബ്ജക്റ്റ്. അപ്പൊ അതിനെ സെലക്ട് ചെയ്യുന്നുണ്ട്, ഓർഗനൈസ് ചെയ്യുന്നുണ്ട്, ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് വരും. ഓവേർട്ട് ഔട്ട്പുട്ട് അത് ബിഹേവിയർ ആയിട്ട് വരാം, കോവേർട്ട് ഔട്ട്പുട്ട് ആയിട്ട് വരാം, അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ ബിലീഫ്സ്. അങ്ങനെ ഈ ഒരു ചാർട്ട് വരയ്ക്കാനായിട്ട് നോക്കാം. പെർസെപ്ഷൻ ഓക്കെ ആണോ, മനസ്സിലായോ? 3 പ്രോസസ്സ് ഒക്കെ നോക്കി വെക്കാം. മനസ്സിലായല്ലോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഫ്രീ ക്ലാസ് അല്ലേ, ചോദിക്കാൻ പറ്റില്ലല്ലോ എന്നൊന്നും വിചാരിക്കണ്ട. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. ഓക്കെ ആണല്ലോ? അടുത്ത് പറയട്ടെ. തിയറട്ടിക്കൽ അപ്രോച്ചസ് ടു പെർസെപ്ഷൻ. 2 അപ്രോച്ചസ് ആണ് പറയുന്നത്, ടോപ്പ് ഡൗൺ പ്രോസസ്സിങ്, ബോട്ടം അപ്പ് പ്രോസസ്സിങ്. അപ്പൊ ബോട്ടം അപ്പ് പ്രോസസ്സിങ് എന്താണ്, താഴെ നിന്ന് മേലോട്ട്, ബോട്ടം അപ്പ് ആണ്. അപ്പൊ അത് ആലോചിച്ച് വെക്കുക. പ്രോസസ് ഓഫ് പെർസെപ്ഷൻ ഈസ് ഡയറക്റ്റ് ആണ്, ഡയറക്റ്റ് പെർസെപ്ഷൻ ആണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഒരു ഡാറ്റ നമ്മളെ ഉണ്ടായിരിക്കും. ഇതെവിടെ പീപ്പിൾ പെർസെപ്ഷൻ ഈസ് എ ഡാറ്റ ഡ്രിവൻ പ്രോസസ്. സ്റ്റിമുലൈ ക്യാരി സഫിഷ്യന്റ് ഇൻഫർമേഷൻ ടു ബി ഇന്റർപ്രിറ്റഡ് മീനിങ്ഫുള്ളി ആൻഡ് വി ഡോണ്ട് നീഡ് ടു റിലീ ഓൺ അവർ എക്സ്പീരിയൻസ്. ഇവിടെ എക്സ്പീരിയൻസ് നോക്കേണ്ട കാര്യമില്ല. നമ്മളിൽ ഡാറ്റാസ് ഒക്കെ ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇന്റർപ്രിറ്റ് ചെയ്യുന്നു. എന്താണ്, ഇഗ്നോയുടെ ബോർഡ് കണ്ടു, അവിടേക്ക് പോയി. ഇതിന് എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല, അത് കണ്ട് നമ്മൾ മനസ്സിലാക്കി അങ്ങോട്ടാണ് പോണെന്നുള്ളത്. അപ്പൊ ഇവിടെ പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള പ്രോസസ് ആണ്. ഇനി അടുത്തത് ടോപ്പ് ഡൗൺ പ്രോസസ് ഉണ്ട്. ഇത് ഇൻഡയറക്റ്റ് ആയിരിക്കും. അതായത് ഇവിടെ എക്സ്പീരിയൻസ് വേണം. ഇപ്പൊ നമ്മൾ ഒരു ട്രാഫിക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ട്രാഫിക് സിഗ്നൽ കണ്ടു, റെഡ് കളർ കണ്ട വണ്ടി നിർത്തുന്നു. പക്ഷെ അതിന് എന്ത് വേണം, എക്സ്പീരിയൻസ് വേണം. മുന്നേ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. റെഡ് കളർ കണ്ടു കഴിഞ്ഞാൽ, റെഡ് സിഗ്നൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി നിർത്തണം എന്നുള്ള അറിവ് മുന്നേ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, പ്രോസസ് ഓഫ് പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആണ്. പെർസെപ്ഷൻ ഈസ് എൻ എക്സ്പീരിയൻസ് ഡ്രിവൻ പ്രോസസ്. കണ്ടോ, എക്സ്പീരിയൻസ് ഡ്രിവൻ ആണ്. ദാറ്റ് ഈസ് stimuli don't have sufficient information to be interpreted meaningfully and therefore we need to rely on our experience. കണ്ടോ, നമ്മൾ പഴയ എക്സ്പീരിയൻസ് എടുക്കും. റെഡ് കളർ കണ്ടു കഴിഞ്ഞ ഒരു കുഞ്ഞു കുട്ടിക്ക് അറിയില്ല എന്താ വേണ്ടെന്നുള്ളത്, അത് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു കുട്ടിയാണ്, കുട്ടിക്ക് മുന്നേ ഇത് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടി പറയും ചുവപ്പ് കളർ കാണിക്കുന്നുണ്ട്, വണ്ടി നിർത്തണം. അപ്പൊ ഇവിടെ ടോപ്പ് ഡൗൺ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് എന്താണ്, എക്സ്പീരിയൻസ് ഡ്രിവൻ പ്രോസസ് ആണ്. ബോട്ടം അപ്പ് പ്രോസസ്സിംഗിന്റെ ആളെന്ന് പറയുന്നത് ജെ ഗിബ്സൺ ആണ്. ടോപ്പ് ഡൗൺ പ്രോസസ്സിംഗിന്റെ ആൾ എന്ന് പറയുന്നത് റിച്ചാർഡ് ഗ്രിഗറി ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഞാൻ അടുത്ത സെൻസേഷൻ പറയട്ടെ. ഇപ്പോ പെർസെപ്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോസസ് ആണ് സെൻസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സെൻസേഷന്റെ പ്രോസസ് നോക്കുകയാണെങ്കിൽ 3 സ്റ്റെപ്സ് വരുന്നുണ്ട്. റിസെപ്ഷൻ, ട്രാൻസ്ഡക്ഷൻ ആൻഡ് മൂന്നാമത്തെ എന്ന് പറയുന്നത് ഇമ്പൾസുകളായിട്ട് പുറത്തേക്ക് വരാം. ഇനി അപ്പൊ അതിൽ ആദ്യത്തെയാണ് റിസെപ്ഷൻ. റിസെപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഒരു സ്റ്റിമുലൈ നമ്മുടെ ഉള്ളിലേക്ക്, ഒരു ഇൻഫർമേഷൻ നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടുക. അതാണ് റിസെപ്ഷൻ എന്ന് പറയുന്നത്. റിസെപ്ഷൻ കണ്ടില്ലേ, എല്ലാത്തിന്റെയും ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരിക്കും. ഒരു ഹോട്ടലിന്റെ ഫ്രണ്ടിൽ ഉണ്ടായിരിക്കും റിസെപ്ഷൻ ഉണ്ടായിരിക്കും. ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ തന്നെ എന്തുണ്ടായിരിക്കും, റിസെപ്ഷൻ ഉണ്ടായിരിക്കും. അവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടും, ഇൻഫർമേഷൻസ് കിട്ടും. അപ്പൊ അവിടെ ഇൻഫർമേഷൻ റിസീവ് ചെയ്യുന്നത് ആരാണ്, റിസെപ്ഷൻസ് ആണ്. അപ്പൊ റിസെപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ദ പ്രോസസ് ഓഫ് receiving information in the form of light, heat or other physical energy by our sense organ using specialized sensory receptor cells. അപ്പൊ ഇവിടെ പല ഫോമുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫർമേഷൻസ് റിസീവ് ചെയ്ത് വെക്കാം. അതായത് ഒരു സ്റ്റിമുലൈനെ അല്ലെങ്കിൽ ഒരു സ്റ്റിമുലൈഡുള്ള ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ വാങ്ങിച്ചു വെക്കും. ഇവിടെ നമ്മുടെ സെൻസ് ഓർഗൻസ് യൂസ് ചെയ്യാം, കണ്ണ്, ചെവി, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം,
ഈ ഒരു ഇൻഫർമേഷൻസ് റിസീവ്. അപ്പൊ അതാണ് ആദ്യത്തെ പ്രോസസ്സ്, റിസെപ്ഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ട്രാൻസ്ഡക്ഷൻ ആണ്. നമ്മൾ ഈ ഇൻഫർമേഷൻ വാങ്ങിച്ചു വെച്ചാൽ മാത്രം പോരാ, ബ്രെയിനിനെ മനസ്സിലാവുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിവിടണം അല്ലെ. ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുന്നുണ്ട്, നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ മനസ്സിലാവുന്നത് എങ്ങനെയാ? അത് കമ്പ്യൂട്ടറിന്റെ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യും. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ കാണുന്ന ഒരു സ്റ്റിമുലയിൽ നിന്നുള്ള ഇൻഫർമേഷൻ എന്ത് ചെയ്യും? ബ്രെയിനിന് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യും. ഇൻ ദ ലാസ്റ്റ് സ്റ്റെപ്പ്, better the help of nerve fibers, these converted electric impulse travels to our nervous system for interpretation. എന്നിട്ട് ഈ ഒരു ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? ഈ നെർവ് ഫൈബേഴ്സിലൂടെ ഈ ഇമ്പൾസസ് ഒക്കെ ട്രാവൽ ചെയ്യും. ഇലക്ട്രിക് ഇമ്പൾസസ് ആയിട്ടാണ് നമ്മുടെ ഡാറ്റ ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെ ലാസ്റ്റ് എന്തുണ്ടാവും? ഇന്റർപ്രിറ്റേഷൻ നടക്കും. അപ്പൊ അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ മുഴുവനായിട്ടൊരു ഇൻഫർമേഷൻ നമ്മുടെ മീനിങ്ങിൽ എത്തുന്നത്. ഇപ്പൊ റെഡ് സിഗ്നൽ കണ്ണത് റിസീവ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു? അത് ബ്രെയിനിന് അറിയാവുന്ന ലാംഗ്വേജിലോട്ട് മാറ്റി. എന്നിട്ട് അവിടെ അതിന്റെ കാര്യങ്ങളൊക്കെ നടന്നിട്ട് ലാസ്റ്റ് ഇന്റർപ്രിറ്റേഷൻ ആണ്. ഇന്റർപ്രിറ്റേഷനിൽ മനസ്സിലായി ആ റെഡ് സിഗ്നലാണ് കണ്ടു നിർത്തണം. ഓക്കെ ആണല്ലോ? അപ്പൊ സെൻസേഷൻ മനസ്സിലായോ? അടുത്ത പറയട്ടെ, അറ്റൻഷൻ പറഞ്ഞാലോ? അടുത്തത് റോൾ ഓഫ് അറ്റൻഷൻ ഇൻ പെർസെപ്ഷൻ. സെലക്റ്റീവ് അറ്റൻഷനും ഉണ്ട്, സസ്റ്റൈൻഡ് അറ്റൻഷനും ഉണ്ട്. സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് പറയുന്നത് എന്തായാലും നമ്മളൊരു ഒരു സ്റ്റിമുലസ് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് സെലക്ട് ചെയ്യുക, അതാണ് സെലക്റ്റീവ് അറ്റൻഷൻ. ഇറ്റ് റെഫേഴ്സ് ടു എ പ്രോസസ് ബൈ വിച്ച് അറ്റൻഷൻ ഈസ് ഫോക്കസ്ഡ് ഓൺ സ്റ്റിമുലസ് ഓഫ് ഓൺഗോയിങ് ഇൻട്രസ്റ്റ് വൈൽ ഇഗ്നോറിംഗ് അതർ ഇറലവന്റ് സ്റ്റിമുലി. നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് അറ്റൻഷൻ കൊടുക്കുക, അതാണ് സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് പറയുന്നത്. സസ്റ്റൈൻഡ് അറ്റൻഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു അറ്റൻഡ് ടു എ സ്റ്റിമുലസ് ഫോർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം വിത്തൗട്ട് ബീയിങ് ഡിസ്ട്രാക്റ്റഡ്. ഒരേ ഒരു സ്റ്റിമുലൈ തന്നെ ഒരുപാട് നേരത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം. സസ്റ്റൈൻഡ് അറ്റൻഷൻ ആണ്. ഡിസ്ട്രാക്ഷൻസ് ഒന്നും വരാതെ നോക്കിക്കൊണ്ടിരിക്കുക. ജോബ് ഓഫ് ലുക്കിംഗ് അറ്റ് റഡാർ സ്ക്രീൻ റിക്വയർ സസ്റ്റൈൻഡ് അറ്റൻഷൻ. ഒരു റഡാർ സ്ക്രീനിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിന് നമുക്ക് എന്ത് വേണം? സസ്റ്റൈൻഡ് അറ്റൻഷൻ വേണം. ഇനി അടുത്തത് ലോസ് ഓഫ് ഓർഗനൈസേഷൻ, ഇമ്പോർട്ടന്റ് ആണ്. ജെസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾസ്, അതിൽ ഫിഗർ ഗ്രൗണ്ട് റിലേഷൻഷിപ്പ്. ആദ്യം പറയുന്നത് ഫിഗർ ഗ്രൗണ്ട് റിലേഷൻഷിപ്പ് ആണ്. ഇവിടെ കണ്ടോ നിങ്ങൾ? ഈ ഒരു പിക്ചർ കണ്ടോ? നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലോട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്കിവിടെ ഒരു മിനിറ്റ് കേട്ടോ. അപ്പൊ അതിലെ ജെസ്റ്റാൾട്ട് പ്രിൻസിപ്പൽ ആദ്യം വരുന്നത് ഫിഗർ ഗ്രൗണ്ട് റിലേഷൻഷിപ്പ് ആണ്. നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും? ഈ ഷേപ്പിലും സൈസിലും അല്ലെങ്കിൽ ഫിഗറിലൊക്കെ ഡിഫറൻസ് തോന്നും. അപ്പൊ അതായത് ദിസ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ്സ് ദാറ്റ് വി ഹാവ് എ ടെൻഡൻസി ടു സെഗ്രിഗേറ്റ് അവർ വേൾഡ് ഇൻ ദ ഫോം ഓഫ് ഫിഗർ ആൻഡ് ഗ്രൗണ്ട്. രണ്ട് രീതിയിലാണ് നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ സ്റ്റിമുലൈനെ പെർസീവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കുക. ഒന്നെങ്കിൽ ഫിഗറിലിട്ട് നോക്കുക, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിലോട്ട് നോക്കുക. Figure is a part of that stimuli which has our focus of visual field, whereas the ground is background. Figure എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഏത് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഏത് സ്റ്റിമുലൈ ആണോ ഫോക്കസ് ചെയ്യുന്നത് അത് ഫിഗർ ആണ്. ഗ്രൗണ്ട് എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് ആണ്. ഫിഗർ ഹാസ് എ ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് is better remembered, whereas background is shapeless and has no limit. ഫിഗർ എന്ന് പറയുന്നത് എന്താ? സ്റ്റിമുലൈ ആണ്, ഒരു ഒബ്ജക്റ്റ് ആണ്. അപ്പൊ അതിന് കൃത്യമായിട്ടൊരു ഷേപ്പ് ഉണ്ടായിരിക്കും. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് എന്താ? ഷേപ്പ് ഇല്ലാത്തതാണ്, അതിന് ലിമിറ്റുകളില്ല. ഇതാണ് ഫിഗർ ഗ്രൗണ്ട് റിലേഷൻഷിപ്പ്. ഇനി അടുത്തത് ലോ ഓഫ് പ്രോക്സിമിറ്റി പറയുന്നുണ്ട്. അതായത് ഗ്രൂപ്പുകളാക്കിയിട്ട് കാണാം. ഒരേപോലത്തെ അല്ലെങ്കിൽ അടുത്തടുത്തായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഒരേപോലെ പെർസീവ് ചെയ്യും. അതാണ് ലോ ഓഫ് പ്രോക്സിമിറ്റി പറയുന്നത്. ഇനി ലോ ഓഫ് സിമിലാരിറ്റി ഉണ്ട്. സിമിലർ ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ പെർസീവ് ചെയ്യും. ഇവിടെ കണ്ടോ? വൈറ്റ് കളേഴ്സ് ഉള്ളത് നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് പെർസീവ് ചെയ്യുന്നു, ബ്ലാക്ക് കളറുള്ളത് വേറെ ഗ്രൂപ്പായിട്ട് പെർസീവ് ചെയ്യുന്നു. അപ്പൊ സിമിലാരിറ്റിയിലെ ബേസിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രൂപ്പ് ആക്കുന്നുണ്ട്. അതാണ് ലോസ് ഓഫ് സിമിലാരിറ്റി പറയുന്നത്. ഇനി ലോ ഓഫ് കണ്ടിന്യൂറ്റി ഓർ ഗുഡ് കണ്ടിന്യൂവേഷൻ പറയുന്നുണ്ട്. ഇവിടെ ലൈൻ കണ്ടോ? ഇത് നമ്മളിങ്ങനെ
അടുപ്പിച്ച് ഇങ്ങനെ ഇട്ട കാരണം കൊണ്ട് എന്താണ് അതൊരു കണ്ടിന്യൂവേഷൻ ആയിട്ട് ഇങ്ങനെ പോകുന്നതായിട്ട് കാണും. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇട്ട് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകുന്നതായിട്ട് തോന്നും. അതാണ് ലോ ഓഫ് കണ്ടിന്യൂറ്റി ഓർ ഗുഡ് കണ്ടിന്യൂവേഷൻ എന്ന് പറയുന്നത്. ഇനി ലോ ഓഫ് ക്ലോഷർ പറയുന്നുണ്ട്. ഇവിടെ കണ്ടോ, ഈ ഇമേജ് ഫില്ലല്ല, അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഗ്യാപ്പുകൾ ഉണ്ട്. പക്ഷെ നമുക്ക് എന്താണ് ലോ ഓഫ് ക്ലോഷർ എന്ന് പറയുന്നത്, ഇത് ദാറ്റ് വി ഹാവ് എ ടെൻഡൻസി ടു പെർസീവ് സ്റ്റിമുലൈ ആസ് ക്ലോസ്ഡ് ഷേപ്പ് ഈവൻ വിത്ത് സം മിസ്സിംഗ് പാർട്ട്. അപ്പൊ മിസ്സിംഗ് പാർട്ട് ഉണ്ടെങ്കിൽ കൂടി നമ്മൾ അതൊരു ക്ലോസ്ഡ് ഷേപ്പ് ആയിട്ട് പെർസീവ് ചെയ്യും. അതിനെയാണ് ലോ ഓഫ് ക്ലോഷർ എന്ന് പറയുന്നത്. ഇല്ല, കണ്ടോ കരോള് വന്നിട്ടുണ്ട്, അതിന് വിളിക്കുന്നത്. അപ്പൊ ലോ ഓഫ് ക്ലോഷർ എന്ന് പറയുന്നത് എന്തായെന്ന് മനസ്സിലായി. അപ്പൊ മിസ്സിംഗ് പാർട്സ് ഉണ്ടെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, അതൊക്കെ ക്ലോസ്ഡ് ആയിട്ട് പെർസീവ് ചെയ്യും. ഇപ്പൊ ഈ ഒരു പിക്ചറൊക്കെ നിങ്ങൾക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പൊ അതുകൊണ്ട് എന്ത് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ വരയ്ക്കാം. ഒരു സർക്കിൾ ഇങ്ങനെ കണ്ടോ, ഇങ്ങനത്തെ ഒരു പിക്ചർ വരയ്ക്കാം. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവും കണ്ടോ. അപ്പൊ ഇത് നമ്മൾ എന്താണ് ഒരു സർക്കിൾ ആയിട്ട് പെർസീവ് ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട് മിസ്സിംഗ് പാർട്സ് ഉണ്ട്, പക്ഷെ എന്താണ് നമ്മൾ അതൊരു സർക്കിൾ ആയിട്ട് പെർസീവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് ലോ ഓഫ് ക്ലോഷർ. അപ്പൊ എല്ലാത്തിനും പിക്ചേഴ്സ് വരയ്ക്കാനായിട്ട് നോക്കുക കേട്ടോ. കണ്ടോ, പ്രോക്സിമിറ്റി, സിമിലാരിറ്റി, ക്ലോഷർ, ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പിക്ചേഴ്സ് വരയ്ക്കാം. ഇനി അടുത്തത് ലോ ഓഫ് കോമൺ റീജിയൻ ഓർ കോമൺ ഫേറ്റ്. അതായത് ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഒരേപോലെ പെർസീവ് ചെയ്യും. കണ്ടോ, ഇതൊരു കൂട്ടായിട്ട് പെർസീവ് ചെയ്യും. ഇനി ഇങ്ങോട്ടുള്ള ഡയറക്ഷൻ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ നമ്മളത് വേറെ ഗ്രൂപ്പായിട്ട് പെർസീവ് ചെയ്യും. ഇതാണ് ലോ ഓഫ് കോമൺ റീജിയൻ അല്ലെങ്കിൽ കോമൺ ഫേറ്റ്. ഇനി ലോ ഓഫ് ഗുഡ് ഫോം ഓർ ഫ്രാഗ്രൻസ് ഉണ്ട്. നമുക്ക് അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ഒളിമ്പിക്സിന്റെ ചിഹ്നം എടുക്കാം. അതായത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒളിമ്പിക്സിൽ എങ്ങനെയാ 5 കളേഴ്സിലുള്ള സർക്കിൾസ് ആണ്. നമ്മൾ അതിനെ ഒരൊറ്റ ചിഹ്നമായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒളിമ്പിക്സിന്റെ ചിഹ്നമായിട്ട് പറയുന്നുണ്ട്. അല്ലാതെ റെഡ് സർക്കിൾ, ഗ്രീൻ സർക്കിൾ, യെല്ലോ സർക്കിൾ, ബ്ലൂ സർക്കിൾ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പറയുന്നില്ല. നമ്മളെല്ലാതും കൂടെ അത് എന്തായിട്ട് പ്രിൻസിപ്പിൾ ചെയ്യുന്നുണ്ട്, അല്ല പെർസീവ് ചെയ്യുന്നുണ്ട്, ഒരു ലോഗോ അല്ലെങ്കിൽ ഒരു എംബ്ലം ആക്കിയിട്ട് പെർസീവ് ചെയ്യുന്നു. അതാണ് ലോ ഓഫ് ഗുഡ് ഫോം ഓർ ഫ്രാഗ്നസ്. ഇത്രയും ലോസുകൾ പഠിക്കാം. ഇനി അടുത്തത് പെർസെപ്ഷൻ കോൺസ്റ്റൻസി ആണ്. അതിൽ തന്നെ സൈസ് കോൺസ്റ്റൻസി, ഷേപ്പ് കോൺസ്റ്റൻസി, കളർ കോൺസ്റ്റൻസി, അങ്ങനെ 3 കോൺസ്റ്റൻസി വരുന്നുണ്ട്. സൈസ് കോൺസ്റ്റൻസി എന്ന് പറയുന്നത്, ഇൻ പെർസെപ്ഷൻ ഈസ് ദ ബ്രെയിൻസ് എബിലിറ്റി ടു പെർസീവ് ആൻ ഒബ്ജക്ട് ആസ് മെയിൻറ്റെയിനിങ് ഇറ്റ്സ് ആക്ച്വൽ സൈസ് ഈവൻ വെൻ ഇറ്റ്സ് ഇൻ റെറ്റിനൽ ഇമേജ് പ്രൊജക്റ്റഡ് ഓൺ ദ റെറ്റിന ചേഞ്ചസ് ഡ്യൂ ടു വേരിയേഷൻ ഇൻ വ്യൂയിങ് ഡിസ്റ്റൻസ് ഓർ പെർസ്പെക്റ്റീവ്. അതായത് നമ്മുടെ കണ്ണിൽ പതിക്കുന്ന റെറ്റിനൽ ഇമേജ് ഡിഫറെന്റ് ആണെങ്കിലും നമ്മൾ അതിന്റെ ആക്ച്വൽ സൈസ് മെയിൻറ്റെയിൻ ചെയ്യും. അതിനെയാണ് സൈസ് കോൺസ്റ്റൻസി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു പാരഷൂട്ട് ഇങ്ങനെ അകലെ പോയിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കാം. പക്ഷെ നമുക്ക് അതിന്റെ ഒറിജിനൽ സൈസ് അറിയാം. അതാണ് സൈസ് കോൺസ്റ്റൻസി. ഇനി അടുത്തത് ഷേപ്പ് കോൺസ്റ്റൻസി ഉണ്ട്. അതായത് ഒരു ഒബ്ജക്റ്റിന്റെ സൈസ് ഷേപ്പ് ഡിഫറെന്റ് ആയിട്ട് പെർസീവ് ചെയ്യുന്നെങ്കിൽ കൂടി നമുക്ക് അതിന് എന്തുണ്ടായിരിക്കും, ഷേപ്പ് കോൺസ്റ്റൻസി ഉണ്ടായിരിക്കും. അതിന് എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഒരു ഡോറ് തുറന്നിട്ടിരിക്കാം. ഒരു ഡോർ ഇങ്ങനെ തുറന്നിട്ടിട്ടുണ്ട്. ഡോറ് തുറന്നിട്ടപ്പോ കണ്ടോ, അതിന്റെ ഷേപ്പ് ഇങ്ങനെയാണ്. പക്ഷെ നമ്മൾ എന്തായിട്ട് പെർസീവ് ചെയ്യുന്നുണ്ട്, നമുക്കറിയാം അത് റെക്റ്റാങ്കിൾ ആണ്. നമ്മൾ റെറ്റിനൽ ഇമേജിൽ ഷേപ്പ് വ്യത്യാസം ഉണ്ടെങ്കിലും നമുക്കറിയാം എന്താണ് ഡോറിന്റെ ഷേപ്പ് ഇന്നതാണ്. അതാണ് ഷേപ്പ് കോൺസ്റ്റൻസി. റെഫേഴ്സ് ടു ദ ഫിനോമിന ഇൻ വിച്ച് ദ percept of a shape of a given object remains constant despite changes in the shape of the object retinal image. റെറ്റിനൽ ഇമേജിൽ വരുന്ന ഷേപ്പിന് വ്യത്യാസം ഉണ്ടെങ്കിൽ കൂടി അതിന്റെ ഒറിജിനൽ ഷേപ്പ് നമുക്ക് പെർസീവ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഷേപ്പ് കോൺസ്റ്റൻസി. ഇനി കളർ കോൺസ്റ്റൻസി പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ കളർ കോൺസ്റ്റൻസി. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു റോസ് എടുത്തു. വൈകുന്നേരങ്ങളിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ റോസിന്റെ കളറിന് വ്യത്യാസം ഉണ്ടായിരിക്കും. കാരണം എന്താണ്, ഈവനിങ്ങില് ആ ഒരു അറ്റ്മോസ്ഫിയറിന്റെ കളർ കൊണ്ടാണ് ഈ റോസ് കളറിന് വ്യത്യാസം വരുന്നത്. സന്ധ്യാ നേരത്തൊക്കെ ചിലപ്പോൾ വേറെ കളറാവും. പക്ഷെ നമുക്ക് എന്തറിയാം, റോസിന്റെ കളർ ഇന്നതാണെന്ന് അറിയാം. അതാണ് ഇറ്റ് ഈസ് അവർ എബിലിറ്റി ടു പെർസീവ് ദ കളർ ആൻഡ് ബ്രൈറ്റ്നസ് ഓഫ് സ്റ്റിമുലൈ കോൺസ്റ്റന്റ് ഈവൻ വിത്ത് ദ ചേഞ്ച് ഇൻ ദ വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് അറ്റ് അവർ റെറ്റിന. അപ്പൊ ലൈറ്റിന്റെ വേവ് ലെങ്ത്തിൽ വ്യത്യാസം ഉണ്ടായിട്ട് നമ്മുടെ റെറ്റിനൽ ഇമേജിൽ വരുന്ന കളർ എന്തായിക്കോട്ടെ നമുക്ക് എന്ത് ചെയ്യാം, അത് ഒറിജിനൽ കളറായിട്ട് പെർസീവ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കും. അതിനെയാണ് കളർ കോൺസ്റ്റൻസി എന്ന് പറയുന്നത്. ഓക്കെ ആണോ ഇത്രയും?
ഓക്കെ ആണോ? പറഞ്ഞേ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ആരും ഒന്നും ചോദിക്കുന്നില്ലല്ലോ. മെസ്സേജ്. ഹലോ ആ ചേർത്തു. മാം അതിലെ ലോ ഓഫ് ഓർഗനൈസേഷൻ ഒന്ന് റിപ്പീറ്റ് പറയാവോ? ലോസ് ഓഫ് ഓർഗനൈസേഷൻ. ലോസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ജസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾസ് ആണ്. അതിൽ നമ്മൾ ഒരുപാട് ഇപ്പോ ലോസ് പറഞ്ഞു. പറഞ്ഞുതരാം. ലോസ് ഓഫ് ഓർഗനൈസേഷൻ ജസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾ ആണ്. 20ാം നൂറ്റാണ്ടിലാണ് ഇത് 3 ജർമ്മൻ സൈക്കോളജിസ്റ്റ് കൂടിയിട്ടാണ് ഈ ലോസ് ഓഫ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ജസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഈ 3 ജർമ്മൻ സൈക്കോളജിസ്റ്റുകൾ എന്ന് പറയുന്നത് മാക്സ് വെർത്തീമർ, വോൾഫ്ഗാങ് ഫൗലർ, കൂർട്ട് കോഫ്ക, 3 പേരും കൂടിയിട്ടാണ് ഈ ഒരു ലോസ് ഓഫ് ഓർഗനൈസേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ദ ഹോൾ ഈസ് ഡിഫറെന്റ് ഫ്രം ദ സം ഓഫ് ഇറ്റ്സ് പാർട്ട്. അതായത് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ അതിന്റെ സമ്മാണ്, അതിൽ നിന്ന് ഡിഫറെന്റ് ആണ്. അതാണ് അതിന്റെ ബേസിക് ടെനറ്റ് എന്ന് പറയുന്നത്. ബേസിക് പ്രെമിസ് എന്ന് പറയുന്നത് എന്താണ്? ഹോൾ ഈസ് ഡിഫറെന്റ് ഫ്രം ദ സം ഓഫ് ഇറ്റ്സ് പാർട്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അതിന്റെ സമ്മുകളാക്കുക, അതിന്റെ പാർട്ടാക്കിയിൽ നിന്ന് സമ്മിൽ നിന്നും ഡിഫറെന്റ് ആയിരിക്കും. അതാണ് ജസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഈ ഒരു ബേസിക് പ്രിമിസ് വെച്ചിട്ട് ഒരുപാട് ലോസും പ്രിൻസിപ്പിൾസും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെയാണ് ഫിഗർ ഗ്രൗണ്ട് റിലേഷൻഷിപ്പ്. ഫിഗർ ഗ്രൗണ്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്താ? ഫിഗർ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റിമുലയാണ്. നമ്മൾ ഏത് ഒബ്ജക്റ്റിനാണോ കാണുന്നത് അത് ഫിഗർ ആണ്. ഗ്രൗണ്ട് എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് ആണ്. ഫിഗറിന് എന്തുണ്ടായിരിക്കും? കൃത്യമായിട്ടുള്ള ഷേപ്പ് ഉണ്ടായിരിക്കും. ബാക്ക്ഗ്രൗണ്ടിന് പക്ഷെ ഷേപ്പ് ഇല്ല, അത് ലിമിറ്റ് ഇല്ലാത്തതാണ്. ഇനി ലോസ് ഓഫ് പ്രോക്സിമിറ്റി പറയുന്നുണ്ട്. ഒരേ ഗ്രൂപ്പുകളായിട്ട് നിൽക്കുന്നവരെ നമ്മൾ ഒരേ കൂട്ടാക്കിയിട്ട് പെർസീവ്. ഇപ്പൊ കണ്ടോ, ഇതൊരു ക്ലസ്റ്റർ ആണ്. ഇതിനാണ്ട് ഇത് നമ്മൾ വേറെ ആക്കിയിട്ടല്ല പെർസീവ് ചെയ്യുന്നത്. നമ്മുടെ കണ്ണിൽ അങ്ങനെ നമ്മൾ പെർസീവ് ചെയ്യുന്നത്. ഇനി ലോസ് ഓഫ് സിമിലാരിറ്റി പറയുന്നത് എന്താ? സിമിലർ ആയിട്ടുള്ള സ്റ്റിമുലൈനെ ഒരേപോലെ പെർസീവ് ചെയ്യും. ഇവിടെ കണ്ടോ, വെള്ള കളറുള്ളത് ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് പെർസീവ് ചെയ്യും, കറുപ്പ് കളറുള്ളത് വേറൊരു ഗ്രൂപ്പ് ആക്കിയിട്ട് പെർസീവ് ചെയ്യും. നമ്മുടെ ബ്രെയിനിന്റെ എബിലിറ്റീസിനെയാണ് ഈ പറയുന്നത്. ഇത് ഇത്രയും വരെ മനസ്സിലായോ അശ്വതി? നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട്. ഇവിടെ കാര്യങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ.